ബഹുമാന്യനായ അധ്യക്ഷൻ, വാലേക്കോട് AUP സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ സലിം വിലാസ്, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ചെയർമാൻ രാജൻ ഭഗവതി കോട്ടയിൽ, വൈസ് ചെയർമാൻ ശ്രീമതി സീനത്ത്, PTA വൈസ് പ്രസിഡന്റ് ശ്രീ വത്സകുമാർ, സ്കൂളിൻ്റെ മാനേജർ KC ബാലകൃഷ്ണൻ മാസ്റ്റർ, സ്വാഗത പ്രസംഗം നടത്തിയ HM ശ്രീമതി AK സുബൈദ ടീച്ചർ, ഇത് ഉദ്ഘാടനം ചെയ്ത അത് ഞാൻ ശ്രദ്ധിച്ചില്ല, ബിന്ദു അമ്പാളി, മുച്ചാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ, ഉദ്ഘാടകൻ്റെ പേര് എഴുതിയിട്ട് കുത്തിയത് കണ്ടിട്ട് ഞാൻ അവിടെ വേറെ എഴുതി കണ്ടിട്ടില്ല. നന്ദി പറയുന്ന ബാബുരാജ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ, ഈ പരിപാടിക്ക് എന്നെ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്ന രേഷ്മ ടീച്ചർ, മറ്റധ്യാപകരെ, ഇവിടെ ആദരിക്കപ്പെട്ട ഈ വിദ്യാലയത്തിലെ പ്രകാശഗോപുരങ്ങളായിരുന്ന പൂർവ്വ അധ്യാപകരെ, സദസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. വാലേക്കോട് എയ്ഡഡ് UP സ്കൂളിൻ്റെ മേലെ കൂടി പൂർണ്ണചന്ദ്രൻ 1320 തവണ ചുറ്റി. പൂർണ്ണചന്ദ്രൻ 1320 തവണ ചുറ്റി. മനസ്സിലായോ? 100 കൊല്ലം കൊണ്ട് 1320 തവണ ചന്ദ്രൻ ഭൂമിയെ ചുറ്റും. ചന്ദ്രന് 2 പക്ഷമുണ്ട്, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും. ജീവിതത്തിൻ്റെ ഇരുളും വെളിച്ചവും നേരിട്ട് കൊണ്ട് ഒട്ടനേകം വിദ്യാർത്ഥികളും അധ്യാപകരും ഈ വിദ്യാലയത്തെ ഹൃദയം കൊണ്ട് ഒപ്പിയെടുത്തു. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും, ഇടചേർന്ന് ഹൃദയങ്ങൾ പുതുപുളകങ്ങൾ കൊണ്ടിട്ട് ഇവിടെ നിറങ്ങിപ്പോയ ഒട്ടനേകം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. 100 കൊല്ലം എന്ന് പറഞ്ഞാൽ 1924 അന്നാണ് വീണപൂവും നളിനിയും ലീലയും ചിന്താവിഷ്ടയായ സീതയുമൊക്കെ ഇറങ്ങി അതിൻ്റെ ആസ്വാദനത്തിൽ കേരളത്തിലെ ജനങ്ങൾ മതിമറന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാവ്യത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും പ്രവേശിക്കാതെ ഇവിടെ ഇരുന്ന് കേറാക്കൂട്ടം, കീയാക്കൂട്ടം, കൂവാക്കൂട്ടം പഠിച്ചു കുട്ടികൾ, അല്ലേ? ഓർമ്മയുണ്ടോ? കേറാക്കൂട്ടം, കീയാക്കൂട്ടം, കൂവാക്കൂട്ടം പഴയ ആൾക്കറിയാം എന്താ സംഭവം. അന്ന് അക്ഷരം പഠിക്കൽ തറ പറന്നല്ല. കേലാക്കൂട്ടം എന്ന് പറഞ്ഞാൽ ക്ലാ ഗ്ലാ 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 എന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കേല ഖേല 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 ഞേല ചേല ഛേല ജേല ഛേല ഞേല. കൂവാക്കൂട്ടം എന്ന് പറഞ്ഞാൽ ക്വാ ഗ്വാ ഖ്വ, അത് പറയാനാവാത്തോണ്ട കുവാ ഖുവാ ഖുവാ ഖുവ എന്ന് പറയാം. ക്ര ഘ്ര എന്ന് പറയുന്നതിന് കെറ ഖെറ ഗറ ഖെറ ങ്ങെറ. ഇതാണ് പഠിച്ചത് അന്നത്തെ പഠനം. പിന്നെ അതിൻ്റെ ഇടയിൽ മണിപ്രവാളം 12 സർഗവും പഠിക്കും, സിദ്ധരൂപം പഠിക്കും, ഇതൊക്കെ പഠിക്കും. ഇതൊക്കെ പഠിച്ചിട്ട് അന്ന് പഠിച്ചത് എന്തിനാണെന്നറിയോ? 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പഠിക്കാൻ പോയിട്ട് അടി കിട്ടുമെന്ന് പേടിച്ചിട്ട്, വേറെ നിവൃത്തിയിലായിട്ട് പഠിച്ചതാണ്. 2, ജീവിതം പ്രകാശപൂർണമാകാൻ ഒരു ജോലി കിട്ടണം. കാരണം അന്ന് ഭക്ഷണം കമ്മിയാണ്. അന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന കാലഘട്ടമല്ല. പറമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നും, പറമ്പിലില്ലെങ്കിൽ പട്ടിണി. ഉച്ചക്കെന്താ കറി? ചക്കക്കുരുവും വെള്ളരിക്കും ഓലെ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലെ. അതാ കറി. കണ്ടേം കാമ്പും പുഴുങ്ങി തിന്നുന്ന കാലം. അന്നത്തെ വസ്ത്രം എന്താ? വസ്ത്രം പരിമിതമാണ്. അല്പാഹാരം, ജീർണവസ്ത്രം, കാകദൃഷ്ടി, ഭഗധ്യാനം, ശ്വാനനിദ്രായേവം വിദ്യാർത്ഥി ലക്ഷണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുമെന്ന് ഗുരുനാഥന്മാർ. അധികം തിന്നറ്. വയറ് നിറയുമ്പോൾ മനസ്സ് ശൂന്യമാവും, വയറ് ശൂന്യമാകുമ്പോൾ മനസ്സ് നിറയും. അതുകൊണ്ട് കുറച്ച് തിന്നാൽ നല്ലോണം അറിവ് കിട്ടുമെന്ന് പഠിപ്പിച്ചു. ശുദ്ധ വിഡിത്താണ് കേട്ടോ. ഞാൻ തെളിവരാ.
ഭക്ഷണം കുറഞ്ഞാൽ അറിവ് കൂടൂ എന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിത്താന്ന് ഞാൻ പറഞ്ഞുതരാം. പണ്ടത്തെ സന്യാസിമാർ വളരെ കുറച്ചേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ അല്ലേ? ആ സന്യാസിമാർ വേദങ്ങളും ഉപനിഷത്തുകളും എഴുതിയ കാലമില്ലേ, ഭയങ്കരമായിരുന്നു. അന്നെന്തൊരു അറിവായിരുന്നു ആളുകൾക്ക്. പക്ഷെ ആ അറിവ് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്താ നേട്ടമുണ്ടായി? ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന വിദ്യാലയത്തിൻ്റെ മുറ്റത്തു നിന്നും നമ്മൾ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷുകാർ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു. പടിഞ്ഞാറെന്ന് അവർ പറഞ്ഞാൽ നമ്മളാ കിഴക്ക്. അപ്പം നമ്മൾ അത്രയും വിവേകശാലികളായിരുന്നു. കാരണം ഉപനിഷത്തുകളും വേദവും വേദാന്തവും എഴുതിയത് കൊണ്ട് മാത്രമല്ല, 1,64,000 ശ്ലോകങ്ങളുള്ള ഒരു മഹാകാവ്യമാണ് മഹാഭാരതം. അതിലേതാണ്ട് 10,27,000 കഥാപാത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. 25,000 പേരിടണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. നിങ്ങളോട് ഇപ്പോൾ നാട്ടിലുള്ള 100 പേര് പറയാൻ പറഞ്ഞ ഓർമ്മയുണ്ടാവോ? 25,000 ആളെ പേരിട്ടു. ഈ കഥകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാതെ യുക്തിഭംഗം വരാതെ ഇത് മുഴുവൻ എഴുതി ഒപ്പിച്ചു കൊണ്ടുവന്നില്ലേ? അത്തരത്തിലുള്ള 18 പുരാണങ്ങൾ ഉണ്ടായില്ലേ? രാമായണവും മഹാഭാരതം ഭാഗവതം ഒക്കെ എഴുതിയ നാടാ ഇന്ത്യ. എന്തൊരു ബുദ്ധിയാ! ഒരു ഭയങ്കര ബുദ്ധിയല്ലേ അത്. അതൊക്കെ പോട്ടെ. കൊളംബസ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. നളന്ദ, തക്ഷശില സർവകലാശാലകൾ ഇന്ത്യയിലുണ്ട്. അന്ന് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി ലോകം അറിയില്ല. ഇവരാടെ പോയതിന് ശേഷം അമേരിക്കയിൽ ഈ പുതിയ ഇംഗ്ലീഷ് പഠിക്കുകയും പുതിയ സംസ്കാരം ഉണ്ടാവുകയും ചെയ്തത്. അതും പോട്ടെ. നമ്മൾ ഈ പുതിയ ഇംഗ്ലീഷ് മരുന്നുണ്ടല്ലോ, ഇഞ്ചക്ഷനും ഗുളികയും കുപ്പിമരുന്നും ഓയിൻമെൻ്റല്ലോ, അത് വന്നിട്ട് എത്ര കാലമായി? മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മരുന്ന് വന്നത് എപ്പോഴാ? പരീക്ഷണശാലകളിൽ ടെസ്റ്റ് ട്യൂബുകളിൽ ഫണൽ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഓരോ മൂലകങ്ങളുടെ പേരും അതിൻ്റെ രാസത്വരക ശക്തിയും കണ്ടെത്തിയിട്ട് മെൻഡലീയഫ് 104 മൂലകങ്ങളുടെ പട്ടികയുണ്ടാക്കി ആ പട്ടികയിലുള്ള ഓരോ മൂലകവും ഏത് രോഗത്തിന് പറ്റുമെന്ന് നോക്കിയിട്ട് വൈറസിന് പറ്റുമോ, ഫംഗസിന് പറ്റുമോ, ബാക്ടീരിയക്ക് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് എത്ര കാലത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് മരുന്നുണ്ടാക്കിയിട്ട് വെളുത്ത എലികളിൽ പരിശോധന നടത്തി സൈഡ് ഇഫക്റ്റും അലർജിയും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മനുഷ്യർ ഉപയോഗിച്ചത്. പെരുത്തൊന്നും കാലമായിട്ടില്ല. എന്നാൽ ഈ മെൻഡലീയഫിൻ്റെ പട്ടിക ഉണ്ടാകുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ കുറച്ച് ആളുകൾ ഈ ചെടികളുടെയും മരങ്ങളുടെയും വള്ളികളുടെയും പുല്ലുകളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും ചവച്ചരച്ച് നോക്കിയിട്ട് ഇത് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് ആയിരക്കണക്കിന് കഷായം, അരിഷ്ടം, ലേഹ്യം, ഗുളിക, തൈലം, വടകം ഉണ്ടാക്കി വെച്ചില്ലേ? ചരകനും സുശ്രുതനും സഞ്ജീവിനിയും. ചെറിയ ബുദ്ധി അത്. ഒരു അറിവും ഇല്ലാത്ത കാലത്താണ് ഇതാണായിരുന്നു അന്ന് ലാബറട്ടറി വായ. അതിൽ ചവച്ചരച്ച് നോക്കിയിട്ടാണ് ഇതെല്ലാം കണ്ടെത്തിയത്. അതിപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? ഇപ്പോഴും ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നില്ലേ? എൻ്റെ നാട്ടിലല്ല, കുടുംബശ്രീൻ്റെ പെണ്ണുങ്ങൾ ചരക സംഹിത ഉപയോഗിച്ചിട്ടാണ് ഇപ്പോഴും പൈസ ഉണ്ടാക്കുന്നത്. കർക്കിടക മാസത്തിലെ മരുന്ന് ലേഹ്യം ഉണ്ടാക്കി വിറ്റിട്ട്. മനസ്സിലായോ? എന്തൊരു ബുദ്ധിയാ! അതൊക്കെ പോട്ടെ, പിന്നെയും വിട്, അതും വിട്. നമ്മളെ സ്കാനിങ് മെഷീനാണല്ലോ ഇപ്പോൾ 2 ദിവസത്തെ പ്രധാനപ്പെട്ട തർക്കം. സ്കാനിങ്ങിലൂടെ ഒരു കുട്ടിക്ക് അംഗവൈകല്യമുള്ളത് കണ്ടെത്താൻ പറ്റാതിട്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തല്ലോ. ഈ സ്കാനിങ് മെഷീൻ വന്നതിന് ശേഷം ഒരു കുട്ടിക്ക് എപ്പോഴാണ് കയ്യും കാലും വളരുക, എപ്പോഴാണ് കണ്ണും മൂക്കും നാക്കും കാതും വളരുക, എപ്പോഴാണ് നഖം, എപ്പോഴാണ് മുടി വളരുക, എപ്പോൾ ആണ് പെണ്ണ് വേർതിരിയുക എന്ന് കൃത്യം കണക്കുണ്ട് ഇപ്പോൾ. എന്നാൽ ഈ സ്കാനിങ് മെഷീൻ വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ രാമായണം എന്ന കാവ്യത്തിൽ സമ്പാദിവാക്യം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു കുട്ടി എപ്പോഴാണ് കൈകാലുണ്ടാവുക, എപ്പോഴാണ് പെണ്ണ് വേർതിരിയുക, നഖയപ്പ, മുടിയപ്പ, കണ്ണപ്പ, മൂക്കപ്പ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതെന്തൊരു ബുദ്ധിയാ! തലയിട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ച. ഇത്രയും അറിവുള്ള നമ്മുടെ രാജ്യം എന്തേ ലോകത്ത് പട്ടിണി റാങ്കിങ്ങിൽ 199ാമത്തെ സ്ഥാനത്തായി? കൊല്ലത്തെ റാങ്കിങ്ങിൽ അത്രയും പിറകിലായിപ്പോയി. എന്താ ആലോചിക്കണം. എന്താ അത്? ഈ സ്കൂളിൻ്റെ മുറ്റത്ത് ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ. ഇത്രയും അറിവുള്ളവർ. ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ലല്ലോ, ഫോൺ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ലോ, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല,
വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഗ്ലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ജനറേറ്റർ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ക്യാമറ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. എന്തേ? ഇത്രയും വിവരം ഉണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്തേ? അവിടെയാണ് ഗൗരവതരമായി നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗൗരവതരമായ ഒരു വിചിന്തനം നടത്താനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ കുറേ ആൾ കാരേപ്പയും ചായയും കുടിച്ചിട്ട് അങ്ങ് പിരിഞ്ഞു പോയിട്ട് പൊതുവെ മോശമില്ല എന്ന് പറഞ്ഞ് പോകാനല്ല, കൂടിയിരുന്ന് ചിന്തിക്കണം നമ്മൾ. ഇപ്പം പഠിപ്പിക്കുന്ന മാഷന്മാരും പഠിച്ചുപോയ മാഷന്മാരും പഠിച്ചുപോയ കുട്ടികളും എല്ലാം ഒന്നിച്ചിരുന്ന് ചിന്തിക്കണം. ഇങ്ങനെ കുറേ പാഠപുസ്തകം പഠിക്കുക, പരീക്ഷ എഴുതുക, മാർക്ക് വാങ്ങുക, ജോലി കിട്ടുക, വീട് വാങ്ങുക, കാറ് വാങ്ങുക, മുറ്റത്ത് കുറേ പൂന്തോട്ടം പിടിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് വാട്സപ്പ് മാന്തി ഇരിക്കുക. ഇതിനു വേണ്ടിയാ വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു ലോകമാണിത്. ഇതല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അധ്യാപകൻ എന്ന വാക്കിന്റെ അർത്ഥം അധിയാപകനം നടത്തുന്നവൻ എന്നാണ്. എന്താണ് അധി? 2024 അധിവർഷമല്ലേ? എന്തുകൊണ്ടാ? ഫെബ്രുവരി മാസം 28-ന് പകരം 29 ദിവസമുണ്ട്. അതുകൊണ്ട് 365 അല്ല 366 ദിവസം ഉണ്ടിക്കല്ലോ. ഒരു ദിവസം പ്ലസ്സാ, അധികമാ. അതുകൊണ്ട് അധിവർഷം. അപ്പൊ അധി എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ? യാപകൻ, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക്, മാഷന്മാർ പഠിച്ചതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ച് പുതിയ പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നവനാണ് അധ്യാപകൻ. അങ്ങനെ അധ്യാപനം നടത്തിയത് കൊണ്ടാണ് നമുക്ക് തത്വശാസ്ത്രങ്ങൾ ഉണ്ടായത്. ശബരിമലയിൽ പോകുമ്പോൾ അവിടെ കാണുന്നെന്താ? ഉച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകു, സത്യമാം 18-ാം തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പുരാനേ. എന്താ ഈ ദർശനം? അറിയാവോ? ദർശനം എന്താ? കണ്ണുകൊണ്ട് കാഴ്ചയല്ല. കണ്ണുകൊണ്ട് കാഴ്ച മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങളും മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പേ കടുവയും പുലിയും കുറുക്കനും നായും എല്ലാം കണ്ണുകൊണ്ട് കണ്ടിരുന്നു. ധർമ്മശാസ്താവിന്റെ വിഗ്രഹം കണ്ണുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണോ പ്രാർത്ഥിച്ചതെന്ന് ധരിച്ചുപോയോ നിഷ്കളങ്കരെ? അല്ല. അവിടെ 18-ാം പടി കയറിയിട്ട് വിഗ്രഹം കാണുന്നതിന് മുമ്പ് കാണുന്ന ഒരു ദർശനമുണ്ട്. ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി, ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി, 18-ാം പടി കേറി ഭഗവാനെ തൊഴുമ്പോ ചാന്ദാഗ്യോപനിഷത്തിലെ ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു ദർശനമുണ്ട് അവിടെ. ഉദ്ദാലകാരുണി എന്ന മഹാപണ്ഡിതനായ മകൻ, ഋഷിയുടെ മകൻ ശ്വേതകേതു. ആ ശ്വേതകേതു, ഉദ്ദാലകാരുണിയുടെ മകൻ ശ്വേതകേതു, പ്രവാഹട കൈവല്യൻ എന്ന് പറയുന്ന ഒരു പാഞ്ചാല രാജാവിൻ്റെ അടുത്ത് ഉന്നത പഠനത്തിന് പോയി തിരിച്ച് അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോൾ അച്ഛനോട് ചോദിച്ച ചോദ്യമാണ്, അച്ഛാ ഞാൻ എന്തെല്ലാം പഠിച്ചു എന്നല്ല പറഞ്ഞു കൊടുത്തത്. അച്ഛാ ഞാൻ സത്യത്തിൽ ആരാ? ഞാൻ എവിടുന്നാ വന്നേ? ഞാൻ എങ്ങോട്ടാ പോകുന്നേ? ഇതാണ് ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉദ്ദാലകാരുണി പറഞ്ഞ മറുപടി, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി. ശബരിമല കയറുമ്പോൾ ആദ്യം കാണുക ആ ദർശനമാണ്. അത് നീയാകുന്നു, അത് നീയാകുന്നു. നീ അന്വേഷിച്ച് നടന്ന ബ്രഹ്മവും വിഷ്ണുവും ശിവനും പരമേശ്വരനെല്ലാം നിന്റെ ഉള്ളിലുണ്ട്. തൻ്റെ ഉള്ളിൽ നിന്ന് ആ അറിവിൻ്റെ ദൈവത്തിൻ്റെ വെളിച്ചത്തെ ഖനനം ചെയ്തെടുക്കുവാനുള്ള കരുത്തുണ്ടാവലാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം പാഠപുസ്തകത്തിൽ പണ്ടാരോ എഴുതി വെച്ചതും കണ്ടുപിടിച്ചതും ബൈഹാർട്ട് പഠിച്ച് A+B ² = A² + 2AB + B² എന്ന് ബൈഹാർട്ട് പഠിക്കാഞ്ഞിട്ട് 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിച്ചിട്ടുണ്ട് നമ്മളെ മാഷന്മാർ. എന്നാലും നമ്മൾ പഠിക്കൂല. എങ്ങനെ എഴുതുമെന്നറിയോ? A+B² എന്നല്ല എഴുതാൻ വലിയ പണിയായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂ? A എന്ന് 100 പ്രാവശ്യം കുത്തനെ എഴുതും, എന്നിട്ട് പ്ലസ് എന്ന് എഴുതും 100 പ്രാവശ്യം, എന്നിട്ട് B എന്ന് എഴുതും 100 പ്രാവശ്യം. എന്നാലും ഒന്നിച്ചെഴുതി പഠിക്കില്ല. എന്തിനായി പഠിക്കുന്നതെന്ന് ഒരു പിടിയില്ല.
അത് പഠിക്കാനല്ല, അത് ഈ ജീവിതത്തിൽ ഈ കാലത്തും ദേശത്തും എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കാത്തത് കൊണ്ടാണ് അവർക്ക് സംസ്കാരത്തിൻ്റെ പതാകവാഹകരാവാൻ കഴിയാത്തത്. ഈ ശതവാർഷികത്തിൽ നമ്മുടെ ഈ ഇവിടെയുള്ള കുട്ടികളും ഇവിടുന്ന് പഠിച്ചുപോയ കുട്ടികളെയും നമ്മൾ സംസ്കാരത്തിൻ്റെ, കാലത്തിൻ്റെ, ദേശത്തിൻ്റെ കണക്ഷൻ ഉണ്ടാക്കണം. എന്താ ഈ കാലവും ദേശവും കണക്ഷൻ? ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് കാലദേശങ്ങൾ ചേർന്നതാണെന്ന് ഞാൻ തെളിവ് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മലയാള ഭാഷയിലാണ് പ്രസംഗിക്കുന്നത്. മലയാള ഭാഷ ഞാൻ കണ്ടുപിടിച്ച, എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ച, എഴുത്തച്ഛൻ കണ്ടുപിടിച്ചാണോ? ഒന്നുമല്ല. 9-ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതലാണ് മലയാള ഭാഷയുടെ മിന്നലാട്ടങ്ങൾ ആരംഭിക്കുന്നത്. പിന്നെ ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ട്, ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ട്, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട്, കണ്ണശന്മാരുടെ ചമ്പുപ്പാട്ട്, അങ്ങനെ എത്രയെത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും എഴുതിയും പാടിയും കൊണ്ടുവന്നതാണ് എൻ്റെ ഭാഷ. ഇത് കാലത്തിലൂടെ വന്നതാണ്. കാലത്തെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വൈ ആക്സിസിലാണ് വരയ്ക്കുക, ഇങ്ങനെയുള്ള വരയാണ്. അപ്പം എൻ്റെ പ്രസംഗത്തിൽ കാലത്തിൻ്റെ വൈ ആക്സിസ് ഇല്ല, ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ തൊണ്ടയിൽ ഒച്ച കൊണ്ടല്ലേ. ഇതൊരു ശബ്ദോർജമാണ്, ഇതൊരു എനർജിയാണ്. ഇത് തരംഗങ്ങളായിട്ട് നിങ്ങളുടെ കർണപടത്തിൽ പോയി തട്ടിയിട്ടുണ്ടാക്കുന്ന പ്രകമ്പനത്തിൻ്റെ മൈന്യൂട്ടായിരിക്കുന്ന ഹേർട്സ് മനസ്സിലാക്കാൻ ഈ തലച്ചോറിന് കഴിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥമല്ല നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ശബ്ദോർജം എനിക്ക് ആര് തന്നതാ? ദേശം തന്നതാണ്. ഭാഷ കാലം തന്നതെങ്കിൽ ശബ്ദോർജം ദേശം തന്നതാണ്. ഏത് ദേശ? ആന്ധ്രാപ്രദേശം. കഴിഞ്ഞ കൊല്ലം ആന്ധ്രാപ്രദേശത്തിൽ ഉദിച്ച സൂര്യൻ്റെ പ്രകാശോർജമാണ് എൻ്റെ ശബ്ദോർജം. അറിയോ? വെറുതെ ഭാവന പറയല്ല, ശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോ സിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജമുണ്ടാക്കി, നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് പുന്നാരം പറഞ്ഞു വിളയുന്നത് കണ്ടിട്ട് വരിനെല്ലിൻ ചുണ്ടിയിലെ കിരുകീരെ പുന്നാരം പകരുവാനോടിവാ കാറ്റേ എന്ന് പാട്ടും പാടി വിളഞ്ഞ കതിരുകൾ മൂത്തപ്പോ വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകര് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ല് കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഹൈദരാബാദിൽ നിന്ന് ഗുഡ്സ് ട്രെയിനിൽ കയറ്റിയ സെക്കന്ദരാബാദ് വന്ന് വിജയവാഡ വന്ന് സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറൂഖ്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം കഴിഞ്ഞ് തലശ്ശേരിക്ക് അപ്പുറത്ത് മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് കൂത്തുപറമ്പെന്ന് കൊട്ടിയൂര് പോകുന്ന വഴിക്ക് ചിറ്റാരിപ്പറമ്പിലെ കാഞ്ഞാമ്പാസുവിൻ്റെ റേഷൻ പീടിയെ കൊണ്ടുവന്ന അരി എൻ്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട 4 ദോശ ഞാൻ രാവിലെ തിന്നേൻ്റെ ഊർജമാ എൻ്റെ തൊണ്ടേന്ന് കേൾക്കുന്ന ഒച്ച. എത്ര ആള് ചേർന്നതാ അല്ലേ? അപ്പൊ ദേശത്തിലൂടെ വന്ന ശബ്ദോർജം, കാലത്തിലൂടെ വന്ന ഭാഷ. അപ്പോൾ ഇങ്ങനെ വരച്ച എക്സ് ആക്സിസ്, ഇങ്ങനെ വരച്ച വൈ ആക്സിസ്, ഈനാണ് പ്ലസ് എന്ന് പറയാം. മനസ്സിലായോ? A+ വാങ്ങുന്ന കുട്ടികൾ അറിയണം, നമ്മുടെ അറിവിനെ കാലത്തോടും ദേശത്തോടും കണക്ട് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഇതില്ലാത്തതാ നമ്മൾക്ക് പറ്റിയത്. അറിവുണ്ട്, പക്ഷേ അറിവ് പ്രാക്ടിക്കബിൾ അല്ല, പ്രായോഗികവൽക്കരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ഗംഭീരല്ലേ. ഇവിടെ ഇരിക്കുന്ന പലരും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ, നമ്മളെല്ലാം സ്കൂൾ പഠിക്കുമ്പോൾ അത്രയൊന്നും വ്യക്തമായിട്ടില്ല. ഈ പ്രൈമറി വിദ്യാലയത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അമ്മയാ പറസ് പറ്റുമെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് നിശ്ചയിച്ചത് LP സ്കൂൾ ഹെഡ് മാഷായിരിക്കും അല്ലേ? ഒരു 80-ന് മുമ്പ് ജനിച്ചാക്കല്ല 3 ജന്മദിനം ആഘോഷിക്കാം. ഒന്ന് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇംഗ്ലീഷ് തീയതി, രണ്ടാമത്തത് മലയാള മാസവും നക്ഷത്രവും, മൂന്നാമത്തത് LP സ്കൂൾ ഹെഡ് മാസ്റ്റർ നിശ്ചയിച്ചൊരു തീയതി ഉണ്ടാവും. എന്നെ സ്കൂളിൽ ചേർക്കാം, തൊടിയക്കളം GLP സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൂട്ടിപ്പോയി. അപ്പോൾ നെട്ടൂർ കുഞ്ഞിരാം മാഷ് ചോദിച്ചു, നാരായണ എപ്പാടും ഇവനെ പെറ്റിന്? അപ്പം അച്ഛൻ പറഞ്ഞു, പൊരല് മലയിൽ പൊനം കൃഷി നടത്തിന് ഒരു കൊല്ലം, അക്കൊല്ല പെറ്റിന്. ഇതേടുന്ന് മാഷക്ക് തിരിയൂ. അതേത് കൊല്ലാടോ പൊനം കൃഷി നടത്തിയത്? അത് കണ്ണവും പാലത്തിൻ്റെ കണ്ണറിഞ്ഞിട്ട് ഒരു കൊല്ലം വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല മാഷേ, അക്കൊല്ല. ഇത് മാഷ് വെള്ളപ്പൊക്കം അന്വേഷിച്ചു പോകാൻ പറ്റുമോ? മാഷ് പറഞ്ഞു അവസാനം മെയ്യിൽ പെറ്റാലല്ലേ ജൂണിൽ 5 വയസ്സ് തികയൂ, അതുകൊണ്ട് നിന്റെ ജന്മദിനം May 4 മാഷ് നിശ്ചയിച്ചു. അതെൻ്റെ SLC ബുക്കിൽ വന്നു.
ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഞാൻ മെയ് 4 കൊടുത്തു. ഇപ്പൊ മെയ് 4-ാം തീയതി എനിക്ക് ഫേസ്ബുക്കിൽ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ വരും. ഞാൻ അതെല്ലാം പരേതനായ നിട്ടൂർ കുഞ്ഞിരാം മാഷിയുടെ പാതാരബിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ. കാരണം അത് അയാൾ നിശ്ചയിച്ച അല്ലേ. ഞാൻ എൻ്റെ SLC ബാച്ചിൻ്റെ സംഗമം നടത്താൻ വേണ്ടി കോളയാട് സെൻറ്റ് കോർണേലിയസ് സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും കുറിച്ചെടുത്തു. കാരണം ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ അന്ന് ആ ഡേറ്റ് നോക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയാലോ. എടുത്തിട്ട് നോക്കുമ്പോൾ 241 കുട്ടികൾ പഠിച്ചതിൽ 212 ആളെയും പറ്റ മെയില. ഇതങ്ങാറ്റോ ഇതിൻ്റെ സത്യം നമ്മക്കല്ലേ അറിയൂ. കുറേ കാലം കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ആരും ഗവേഷണം നടത്തിയിട്ടുണ്ട്. പറയും കേരളത്തിൽ 1980 മുമ്പ് കേരളത്തിലെ അമ്മമാരെല്ലാം മെയ് മാസത്തിൽ ക്യാമ്പ് നടത്തിയിട്ട് ഒന്നിച്ച പറല് അല്ലേ. നമ്മുടെ വിദ്യാലയങ്ങൾ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാവും ഏന്തിച്ചിട്ട് നടന്നു പോകുന്നു. എന്തിനാണെന്നറിയോ? ബെഞ്ചോ ഡെസ്കോ കാലുമ്മൽ വീണിട്ട് നഖം പറഞ്ഞു പോകും. ഇത് കാർത്ത നഖത്തുമ്പോൾ തന്നെ പോവും. എന്തിനാ ഈ ഡെസ്ക് കാലിന് പോകുന്നത്? എന്തോ തെറ്റ് ചെയ്തിട്ടാ? അല്ല, മിക്ക ബെഞ്ചിനും ഡെസ്കിനും 3 കാലേ ഉണ്ടാവും. മുക്കാലാ നിപ്പ ഇതിനെപ്പറ്റി പാട്ട് വന്നത്. അല്ലെങ്കിൽ നിലത്ത് കൊണ്ട് കുയ്യായിരിക്കും. ഒരു കാല് കുയ്യിൽ വീണ അപ്പാട് മറിഞ്ഞ് നഖത്തുമ്മൽ പോവും. അപ്പം നഖം ഉണ്ടാവും. അങ്ങനെ ഭായ വളർന്നിട്ട് നിൽക്കും. അപ്പം കരഞ്ഞുകൊണ്ട് ഭാഷ എടുത്ത് പോയാൽ മാഷ് നോക്കിയിട്ട് പിടിച്ചിട്ട് ഒരൊറ്റ പറിക്കലുണ്ട്. നഖം പറിച്ചങ്ങ് ചാടിയിട്ട് ഉടൻ തന്നെ മാഷ് അന്നത്തെ ഹെൽത്ത് സെൻ്റർ എഴുതുകയെന്നറിയോ? അപ്പാട് മാഷ് ഹെൽത്ത് സെൻ്റർ കയറൂ. ഏതാണെന്നറിയോ? ഉയരം കുറഞ്ഞ തെങ്ങിൻ്റെ മട്ടലിൻ്റെ പുറത്തുണ്ടാവും ഒരു വെളുത്ത പൊടി. അത് ചുരണ്ടി എടുത്തിട്ട് ഈമേൽ വെച്ച് ലേശം ഉപ്പ് തുണിയും ചുറ്റി ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് പോച്ചലെടുത്തിട്ട് നിർത്തിയിട്ടുണ്ടാവില്ല, ഏന്തിച്ച് നടന്നു പോകും. അന്നത്തെ പോലത്തെ ഡെസ്കും ബെഞ്ചും തറയും നേടിയെങ്കിൽ സ്കൂളുണ്ടാ. എത്ര നല്ല ഡെസ്കാ, എത്ര നല്ല ബെഞ്ചാ, എത്ര നല്ല ടൈൽസ് ഒട്ടിച്ച തറയാണ് നോക്കൂ. പാഠപുസ്തകം അന്ന് 2, 3, 4, 10 വരെ ജയിച്ചോ തോറ്റോന്ന് അറിയല്ലോ. മെയ് 2-ാം തീയതി ജയിച്ചോ തോറ്റോന്ന് അറിഞ്ഞ് കുറേ എണ്ണം സങ്കടത്തോടെ തിരിച്ചു പോയി പിറ്റേന്നുണ്ട്. ജയിച്ചോ തോറ്റോന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ വീട്ടിൻ്റെ മുമ്പിലുണ്ടാവും കുറച്ച് കുട്ടികൾ. എന്തിനാണെന്നറിയാം? പഴയ പാഠപുസ്തകം തരുവാ പകുതി പൈസക്ക്. നേരം കുട്ടി പോയി നിൽക്കുക. പകുതി പൈസക്ക് അഥവാ കൊടുക്കുന്നുണ്ട്, പൈസ വാങ്ങുക ഇല്ല. എത്ര നല്ല പാഠപുസ്തക! ആ പാഠപുസ്തകത്തിൽ നോട്ട് ബുക്കിൽ എഴുതാനുള്ള പെന്ന്, ഒരു കൊല്ലം ഒരു പെന്ന് ഒരു പെൻസിലുമായി തന്നാൽ 1 കൊല്ലം എത്തിച്ചില്ലേ അടി കിട്ടൂ. ഇന്ന് എത്ര പെന്നാ! അന്ന് വീട്ടിൽ പഠിക്കാൻ കറണ്ട് ഉണ്ടാ? വീട്ടിൽ പഠിക്കാൻ കറണ്ട് ഇല്ലല്ലോ. ബാങ്ക് കൊടുക്കുന്നില്ല. വെള്ളം, തണുത്ത വെള്ളം വേണ്ട, ചൂടുള്ള വെള്ളം. അന്ന് കരണ്ട് ഉണ്ടോ? കഴിഞ്ഞിട്ടേ ചെമ്മണിക്കൂട് എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മുടെ നാട്ടിൽ. പീടിയെന്ന് വാങ്ങുന്ന വിളക്കല്ല അത്. മഷി അരിക്കേണ്ട
മഷിക്കുപ്പി വാങ്ങിക്കൊണ്ടേക്കും, ബ്രില്ല് ക്യാമലിൻ്റെ മഷിക്കുപ്പി കാലിയായാൽ അതിൻ്റെ മൂടി കാണിയടിച്ച് ഓട്ടയാക്കിയിട്ട് അച്ഛൻ്റെ പഴയ കോട്ടം കൊണ്ട് ചീന്തി തിരിയാക്കി മണ്ണുണ്ട വിളക്ക്. ഇതും മുമ്പിൽ വെച്ച് പഠിക്കുമ്പോൾ ദേഷ്യവും വരും, സങ്കടവും വരും. ഈ വിളക്കിനൊരു തോന്നിയാസമുണ്ട്. ഇതും മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് ഇരിക്കുന്ന ആ ഭാഗത്തേ പുക വരും. അപ്പുറത്തിരുന്നാൽ പുക അങ്ങോട്ട് വരും, ഇപ്പുറത്തിരുന്നാൽ പുക മൂക്കിലേക്കേ പുക വരും. എന്തെന്നാ ഈ വിളക്കിന് നമ്മളോട് ഇത്ര ദേഷ്യം? ഒന്നുമല്ല, ചലനമുള്ള വായുവിൽ മർദ്ദം കുറയുമ്പോൾ ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കുന്നതുകൊണ്ടാണ് മൂക്കിലേക്കുള്ള പുക വരുന്നതെന്ന് പിന്നെയാ മനസ്സിലായത്. അന്ന് പൗഡർ, പുസ്തകത്തിൻ്റെ ഉള്ളിൽ പൗഡർ ഇട്ടിട്ട് സ്കൂളിൽ കൊണ്ടുപോകും അല്ലേ, ഇടക്കൊന്ന് ഒപ്പിക്കാൻ പൗഡർ ഇട്ടിട്ട് കൊണ്ടുപോകും. പിന്നെ ആകാശം കാണിക്കാണ്ട് വെക്കുന്നൊരു സാധനമുണ്ട്. പാഠപുസ്തകത്തിലന്ന് പീലി വെച്ചു പണ്ട്, പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്, ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന്. അത്ര രസമുള്ള പാട്ടാ വീട്ടി മുരളി പാടിയല്ലേ. ഓത്ത് പള്ളിയിലെന്ന് നമ്മൾ പോയിരുന്ന കാലം, ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയായി നീലമേഘം എന്ന പാട്ട്. അങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്ന് ഇന്നത്തെ വിദ്യാലയങ്ങളെല്ലാം ഗംഭീരമായി. കുട്ടികളെ മാർക്കോ, അന്ന് 1-ാം ക്ലാസ് 10 കുട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ 5 എണ്ണല്ലേ 10-ലെത്തും, ബാക്കി ഇടക്ക് തോറ്റിട്ട് നിർത്തൂലേ. 10-ലെത്തി 5 എണ്ണത്തിൽ 2 എണ്ണല്ലേ SLC ജയിക്കൂ. ഇന്ന് 1-ാം ക്ലാസ് 10 കുട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ ജീവൻ ഉണ്ടെങ്കിൽ 10-ഉം 10-ലെത്തൂലേ. 10-ലെത്തി പരീക്ഷ ഹാളിൽ കയറിയിട്ടുണ്ട് 10-ഉം ജയിക്കുകയും ചെയ്യുന്നില്ലേ. മാർക്കോ എൻ്റെ അമ്മേ, അന്ന് 600-ൽ 360 മാർക്ക് കിട്ടിയാൽ നമ്മൾ പറയും ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എനിക്ക്. ഇന്ന് കുട്ടികളോട് ചോദിച്ചു, എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടാ. 600-ൽ 480 അപ്പം മോൻ പറയാ പിറ് 80% ആർക്ക് വേണോ? ഒരു വിഷയത്ത് 90 കിട്ടാണ്ടായി പോകുമ്പോൾ കാലക്കത്തെ രമേശൻ ചോദിക്കൂ, എനിക്ക് A+ ഇല്ല. ഈ ചോദിക്കുന്ന രമേശൻ പണ്ട് 210 കിട്ടാത്ത വിദ്വാനാ. ഒരു വിഷയത്തിൽ A+ പോയാൽ മതി, കുട്ടികൾ തോറ്റമട്ടിലെ ആൾ പരിഗണിക്കുന്നത്. എന്തൊരു മാർക്കാ കുട്ടിയക്ക്, എന്തൊരു പഠിപ്പാ കുട്ടിയക്ക്. നല്ല സ്കൂള്, നല്ല പാഠം, നല്ല പഠിപ്പ്. അതിന് തക്കതായി നമ്മുടെ നാട്ടിൽ സംസ്കാരം വളരുന്നുണ്ടോ? മര്യാദ വളരുന്നുണ്ടോ? ധാർമ്മികത വളരുന്നുണ്ടോ? സ്നേഹം വളരുന്നുണ്ടോ? സഹാനുഭൂതി വളരുന്നുണ്ടോ? ചിന്ത വളരുന്നുണ്ടോ? അന്ധവിശ്വാസങ്ങൾ തളരുന്നുണ്ടോ? അനീതികൾ കുറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഗംഭീരമാണെന്ന് പറയാം. അല്ലാതെ കെട്ടിടത്തിൻ്റെ വലുപ്പോ കുട്ടികളെ മാർക്കും നോക്കിയിട്ട് വിദ്യാഭ്യാസം ഗംഭീരമാണെന്ന് പറയാൻ ഞാൻ ആളല്ല. എന്താ പറ്റിയത് നമുക്ക്? എന്തുകൊണ്ട്? എന്തിനാണ് പഠിക്കുന്നതെന്ന് അറിവില്ല. പഠിക്കുന്നത് എന്തിനാ? ജോലി കിട്ടാൻ. അതുകൊണ്ട് ജോലി കിട്ടിയാൽ പിന്നെ ഒരു പുസ്തകം വായിക്കൂല, ഒന്നും പഠിക്കൂല. അതാ പ്രശ്നം. ഇത് പുറത്തുള്ള ആളെ പറ്റിയല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 പുസ്തകം വായിച്ച് അത്ര ആളുണ്ട് ഇവിടെ. പിന്നെ പരിപൂർണ ശ്രമക്കളമ വിരാമാണ്. പിന്നെ എല്ലാം തിന്നുക, കിടന്നുറങ്ങുക, മക്കളെ ഉണ്ടാക്കുക, വിസർജിക്കുക. ഈ പണി മാത്രം എടുക്കാനാണ് നമ്മൾ ജനിച്ചതെന്ന് ധരിച്ചു പോയ കുറേ വിഡ്ഢികൾ നാട്ടിലുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോളേജിലും സ്കൂളിലും നടത്തുന്ന ഒരു പ്രക്രിയമല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യനായിരിക്കുന്ന മുഴുവൻ ആളുകളും മരണം വരെ വികസിപ്പിക്കേണ്ട ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കണം. അതാണ് പണ്ട് വിദ്യാഭ്യാസം. ജോലി കിട്ടാൻ, ഭക്ഷണം കിട്ടാനാ. തുലാഭാരം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ട് നിങ്ങൾ? നസീറിൻ്റെ, ശാരദേൻ്റെ. ആ സിനിമയിൽ ഓണായിട്ട് ഒന്നുമില്ല കയ്യിൽ. ഒരു മോനുണ്ട്. മോൻ എന്തെങ്കിലും ഒരു കുപ്പായം വാങ്ങട്ടെ, ഒരു പായസം വെക്കണ്ടേ. അപ്പോൾ ബോണസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ കയർ ഫാക്ടറിയിൽ പോയി നസീർ. ആടെ ചെന്ന് നോക്കുമ്പോൾ ഫാക്ടറി പൂട്ടി, മുതലാളി പോയിന്. ബോണസും ഇല്ല, കൂലിയും ഇല്ല, ഇനി പണിയുമില്ല, പട്ടിണിയാ ഓണം. ഒന്നും വാങ്ങാൻ പറ്റാതെ ഗദ്ഗതകണ്ഠനായി നിരാശയോടുകൂടി വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ ഭർത്താവ് ഓണവിഭവങ്ങളുമായി വരുന്നുണ്ടെന്ന പ്രതീക്ഷയിൽ നസീറിൻ്റെ ഭാര്യ ശാരദ കുട്ടീനെ തൊട്ടിലിട്ട് പാടുന്ന ഒരു പാട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. ഭാര്യ പാടുമ്പോൾ ഭർത്താവിൻ്റെ മറുപടി പാട്ട് ഓർമ്മയുണ്ടോ?
ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിലോരോ കുമ്പിൽ കണ്ണീര്. പിന്നെയും ഭാര്യ സ്വപ്നങ്ങൾ മെനയുന്നു. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. അപ്പൊ ഭർത്താവിന്റെ മറുപടി, കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, കർക്കിടകത്തിൽ കരിക്കാടി. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധമില്ല. എന്താ ഒരു സൊല്യൂഷൻ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ആ അമ്മ പറയാ മോനോട്, മോനെ ഒന്നുറങ്ങോ ഒന്നുറങ്ങോ, പൊന്നുഷസ് കണി കണ്ടുണരാൻ ഒന്നുറങ്ങോ. ഒരു പുതിയ പ്രഭാതം കണി കാണാൻ മോനെ നീ നന്നായി ഉറങ്ങി ഉണരൂ. സമത്വത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഭാതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവനോട് ഉണരാൻ പറഞ്ഞു. അവൻ വായനശാലയിൽ പോയി പഠിച്ചു. അവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അടികൊണ്ടു, ഇടികൊണ്ടു, വെടികൊണ്ടു. അവൻ ചത്താലും ചെത്തും കൂത്താളി എന്ന് സമരം ചെയ്തു. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവൻ അന്ന് ആപത്ത് കാലത്ത് തൈവത്ത് വെച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് സമ്പത്ത് കാലത്ത് കാവത്ത് തിന്നുന്നത്. നമ്മൾ ഇന്ന് അരച്ച തേങ്ങ നിങ്ങൾ നട്ട തെങ്ങിൻ്റെ പണ്ടാരോ നട്ടല്ലേ. ഇപ്പൊ നമുക്ക് സമ്പത്ത് കാലത്ത് തൈവത്ത് വെക്കാതെ കാവത്ത് തിന്നാൻ നോക്കിയിട്ട് അടുത്ത തലമുറ ആപത്ത് കാലത്തിലേക്ക് പോകും. അവർക്കന്ന് ഭക്ഷണവും വസ്ത്രവും. എൻ്റെ അച്ഛനൊക്കെ മഴ പെയ്താ ചോരാത്തൊരു വീട്ടിൽ ഞങ്ങൾ 4 മക്കളെ എങ്ങനെയാ കിടത്തി ഉറക്കിയാന്ന് ഒരു പ്രതീക്ഷക്കാണ് അച്ഛൻ പഠിച്ചത്. അതിനാ ഞങ്ങളെ പഠിപ്പിച്ചത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല വീടുണ്ട്, നല്ല പാർപ്പിടമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ പഠിക്കുന്നത്? സർക്കാർ ജോലി കിട്ടാനാ? എന്നിട്ടോ വേറെ ആൾക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ വാങ്ങി അടിക്കാനാ? എന്തിനാ? ഈ സർക്കാർ ജോലിയാണോ IT ആണോ ലക്ഷ്യം? അല്ല. സത്യത്തിന്റെ അങ്ങേ തലക്കലോളം പോകാൻ മനസ്സ് നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, അധിയാപനം. കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ ബുദ്ധിയെ അന്വേഷണാത്മകമായി ചോദ്യങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ബുദ്ധിയെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ രാജ്യം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതിയ നാട്ടിൽ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ പണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന് രവീന്ദ്രനാഥ ടാഗോറിന് കിട്ടിയ നോബൽ സമ്മാനം അല്ലാതെ പിന്നെ ഒരൊറ്റ ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല. എന്തേ? നമ്മുടെ ലക്ഷ്യങ്ങൾ പരിമിതമാണ്, താവട്ടത്തിനുള്ളിലാണ്. നമുക്ക് അനന്തമായി എക്സ്പ്ലോർ ചെയ്യുന്ന ബുദ്ധി ഉണ്ടാവണം കുട്ടികൾക്ക്. എന്തിനാണ് വിദ്യാഭ്യാസം? മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കിയ വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാവും. രൂപം കൊണ്ടല്ലല്ലോ വ്യത്യാസം. നമ്മളൊരാളെ പരിഗണിക്കുന്ന അയാളുടെ രൂപം നോക്കിയിട്ടാണോ? മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാക്കിയത് അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടാണോ? അദ്ദേഹത്തിന്റെ ബോഡി ഷേപ്പ് കണ്ടിട്ടാണോ? അദ്ദേഹത്തിന്റെ സിക്സ് പാക്ക് കുടല് കണ്ടിട്ടാണോ? അദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് പാറ്റേൺ കണ്ടിട്ടാണോ? അല്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, കർമ്മവും ചിന്തയും ചേർത്ത ഗാന്ധി ആയതുകൊണ്ടാണ്. ചിന്തിച്ചതെന്തോ അത് കർമ്മത്തിലെത്തിച്ചു. കർമ്മം X ആക്സിസ്, ചിന്ത Y ആക്സിസ്. അപ്പൊ ഗാന്ധിയാണ് ഇന്ത്യ കണ്ട നമ്പർ 1 A+. മനസ്സിലായോ? ചിന്തയും കർമ്മവും, അതാണ് പ്ലസ്. ശരീരം നോക്കിയിട്ടാണെങ്കിൽ കേരളത്തിനെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയൻ എന്ത് അർഹതയാ? അർഹതയുള്ള ആള് തെച്ചിക്കാട്ട് രാമചന്ദ്രന. ഏത് പാർട്ടിയാ? ആന. കേരളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള ആന. അയാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കോ? ഇല്ല. ശരീരമല്ല, ഹാർഡ്വെയർ അല്ല, സോഫ്റ്റ്വെയറാ. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഏതാ ഗുരു ഏതാ ലഘു എന്നാ. ഗുരു എന്ന വാക്കിന് മാഷന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഗുരു എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഗും രുഗ്യതേ ഇരി ഗുരു, ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു. എല്ലാ കുട്ടികളും വെളിച്ചമായിട്ടാണ് ജനിക്കുന്നത്. ആ വെളിച്ചത്തിൽ ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു എന്നൊരർത്ഥം അവരകോശം പറയുന്നു. രണ്ടാമത്തത് വലുത് ഗുരു, ലഘു ചെറുത് ലഘു. പണ്ട് വൃത്തം പഠിച്ചവർക്കറിയാം, ദീർഘാക്ഷരം ഗുരുവും ഹ്രസ്വാക്ഷരം ലഘുവാ. വലുത് ഗുരു, മാഷന്മാർ ഗുരുവാകുന്നത് കുട്ടികളെക്കാൾ അറിവിന്റെ കാര്യത്തിൽ വലുതായതുകൊണ്ടാണ്. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ മാഷക്ക് പരിക്ക് പറ്റിയെന്നല്ലോ, വലിയ പരിക്ക് പറ്റിയെന്നല്ലേ.
ഗുരു എന്ന് പറഞ്ഞാൽ വലുത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്. ആപ്പിള് ചെറുത്, ഭൂമി വലുത്. അപ്പോൾ ആപ്പിളിനെ ഭൂമി പിടിച്ചു വലിക്കുന്നത് ഭൂമിയുടെ ബലം, ഗുരുത്വ ബലം. അതാണ് ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയ ഭൂഗുരുത്വ ബലം. മനസ്സിലായോ? ഈ ഗുരു ഏതാ ലഘു ഏതാ നോക്കിയിട്ടാണ് മനുഷ്യനോ മൃഗവും തീരുമാനിക്കുക. മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവാ. മൃഗങ്ങളുടെ ഗുരു ഏതാ? ശരീരമാണ്. കാരണം ശരീരം എന്താ പറയുന്നത്? ഇപ്പോൾ സ്കൂളിൻ്റെ മുറ്റത്തൊരു പശു വന്നു വിചാരിക്കുക, അതിന് മൂത്രമൊഴിക്കാൻ മുട്ടി. അപ്പോൾ ഉടനെ മനസ്സ് പറയാ, സ്കൂളാണ്, കുട്ടികളെല്ലാം കാണും, നമ്മൾ ആലയിലെത്തട്ടെ എന്ന് പറയോ? ഇല്ല, ആടെ പാലും പൊതിച്ച് മൂത്രയിക്കൂ. ശരീരം എന്താ പറയുന്നത് അത് മനസ്സ് കേൾക്കൂ. ഇല്ലേ? ചാണകൂടൂ. പട്ടികൾ റോഡിൽ വെച്ച് നിക്കാഹ് പോകണോ, കല്യാണം പോകണോ, പന്തൽ പോകണോ, മാല വേണോ, ഒന്നുമില്ല, റോഡും വന്നാണെ ചേരൂലേ? അതിന് ശരീരത്തിന് കാമം വന്നാൽ അപ്പോഴേ ചേരും. ശരീരമാണ് ഗുരു. നമുക്കിത് പറ്റുമോ? ഇവിടെ മൂത്രയിക്കാൻ മുട്ടി ഈടിയിരുന്ന് നോക്കോ, ഓനെന്ത് ജന്തുവാന്ന് പറയില്ലേ? ശരീരം നിയന്ത്രിക്കുന്ന മനസ്സ്. ശരീരം മനസ്സിന് വിധേയമാകുമ്പോൾ നമ്മൾ മനുഷ്യനാണ്. മനസ്സ് ശരീരത്തിന് വിധേയമാകുമ്പോൾ മനസ്സ് മൃഗങ്ങൾക്കുണ്ട്. നായ്ക്ക് കണക്കറിഞ്ഞൂടെ? വീതി കുറഞ്ഞ റോഡ് മേലെ കൂടി നിങ്ങളൊരു സ്കൂട്ടറും കൊണ്ടുപോവുക, റോഡിൻ്റെ പകുതിക്ക് ഒരു നായി കിടന്നിട്ടുണ്ട്. നിങ്ങൾ ഓണടിച്ച് നോക്കിയാട്ടെ, സ്കൂട്ടറാന്ന് കണ്ട നായി അനങ്ങില്ല. കാരണം സ്കൂട്ടറിന് പോട്ട വീതി ആടെയുണ്ട്. കണക്കറിയാലോ? തൊട്ട് പറയും ലോറി വന്ന് നോക്ക്, നായി എണീറ്റ് മാറി തരൂ. അപ്പം ലോറീൻ്റെ വീതി എത്രയാണെന്ന്, സ്കൂട്ടറിൻ്റെ വീതി കുറവാണെന്ന് കണക്ക നായിക്ക് അറിഞ്ഞൂടെ? നമ്മളെ കൂട്ടത്തിലെ ചില നായിയൊക്കെ ഈ കണക്കറിയില്ല, കണ്ടെടുത്ത് വെച്ച് പോകും. അല്ലേ? അതാണ് മനസ്സുണ്ട് മൃഗങ്ങൾക്ക്, പക്ഷെ അത് ശരീരത്തിന് വിധേയമാണ്. എന്നാൽ മനുഷ്യൻ മനസ്സിന് വിധേയമായ ശരീരമാണ്. നമ്മുടെ പഴമക്കാരെല്ലാം ഒരു കുട്ടിക്ക് പേര് വിളിക്കുമ്പോൾ അരയിൽ നൂല് കെട്ടൂലേ? എന്തിനാ ഈ നൂല് കെട്ടുന്നതെന്നറിയോ? ശരീരത്തെ പിടിച്ച് കെട്ടുക. ഞാൻ ഈ നൂല് കെട്ടുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പല സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടും ചോദിച്ചു. ഈ നൂല് കെട്ടുന്നതിൻ്റെ അർത്ഥം ആരും ഉത്തരം പറഞ്ഞില്ല. പാട്യം പഞ്ചായത്തിൻ്റെ വയോജന സംഘം പത്തായക്കുന്ന് സ്കൂൾ നടക്കുമ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ പ്രായമുള്ളൊരു റിട്ടയർഡ് ടീച്ചർ പറഞ്ഞു, നൂല് കെട്ടുന്നതിൻ്റെ അർത്ഥം ആരും പറഞ്ഞിട്ടില്ല, ഞാനൊരു ഉത്തരം പറഞ്ഞു തരാം. എന്താ? കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അമ്മ മാത്രം, പ്രസവിക്കുന്ന അമ്മ മാത്രം, മുലയൂട്ടുന്ന അമ്മ മാത്രം, എല്ലാം അമ്മയാണ് ചെയ്യുന്നത്. പക്ഷെ കുട്ടി അമ്മേൻ്റെ മാത്രമല്ലല്ലോ, അച്ഛൻ്റെ കൂടിയല്ലേ. അപ്പോൾ എല്ലാം അമ്മ ചെയ്യുമ്പോൾ അച്ഛനൊരു പരാതി വേണ്ടാന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്കൊരു അതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. മനസ്സിലായോ? അതാണോ? അല്ല. നൂലെന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. നൂല് ഒരുപാട് പ്രതീകമാണ്, അല്ലേ? നൂല് പിരിച്ച് പിരിച്ച് കിട്ടുന്ന നൂല്, നൂല് കൊണ്ടാണ് പൂണൂലിടുന്നത്, നൂല് കൊണ്ടാണ് നൂല് എന്തെല്ലാം കാര്യത്തിൽ താലി കെട്ടുന്നത് നൂലിലാണ്. നൂല് ഒരു രേഖാഖണ്ഡമല്ല, അതൊരു രേഖയാണ്. കാരണം നൂലിന് എത്രയും പിരിച്ച് പിരിച്ച് കൂട്ടാം. എൻ്റെ സംസ്കാരത്തിൻ്റെ നൂല് ഞാൻ പിരിച്ചുണ്ടാക്കിയതല്ല. എൻ്റെ അച്ഛൻ വണ്ണപ്പാലം നാരായണക്കുറുപ്പ് പിരിച്ചതിൻ്റെ ബാക്കി ഞാൻ പിരിച്ചതാ. ഓറെ അച്ഛൻ ഇടവന നാരായണൻ നമ്പ്യാർ പിരിച്ചതിൻ്റെ ബാക്കി എൻ്റെ അച്ഛൻ പിരിച്ച്, ഓറെ അച്ഛൻ തോലമ്പ്ര പൈതൽ നമ്പ്യാർ പിരിച്ചതിൻ്റെ ബാക്കി ഓറ് പിരിച്ച്, ഓറെ അച്ഛൻ കോളാരി കേളപ്പൻ നമ്പ്യാർ പിരിച്ചതിൻ്റെ ബാക്കി ഓറ് പിരിച്ച്. ഇതിങ്ങനെ തലമുറ തലമുറ പിരിച്ച് പിരിച്ച് വരുന്ന ആ നൂല് സംസ്കാരമാ. 28ാമത്തെ ദിവസം കുട്ടിയുടെ ശരീരത്തെ പിടിച്ച് കെട്ടിയിട്ട് പറയാ, മോനെ നീയെ കണ്ടെടുത്ത് കയറി തിന്നറ്, കണ്ടെടുത്ത് വിസർജിക്കരുത്, കണ്ടവരോട് ഇണചേരരുത്. നിന്റെ ശരീരം നിയന്ത്രിച്ച് മനസ്സിന്റെ ഭാവനകൾ ഉണർത്താൻ ആരംഭിക്കുന്നതാണ് ഈ നൂലുകെട്ടൽ. മനസ്സിലായോ? ആ സംസ്കാരം നൂലുകെട്ടലിൽ തീർന്നില്ല. തുടർന്ന് ആ സംസ്കാരം കൊടുക്കുന്നില്ല കുട്ടിയൊക്കെ. ഉണ്ടോ? സംസ്കാരം കൊടുക്കുന്നില്ല. ഇപ്പോൾ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ജനറേഷൻ ഗ്യാപ്പ്. ഇന്നത്തെ കുട്ടികളോട് ആര് പറയുന്നപ്പാ എന്ന് പറഞ്ഞിട്ട് പഴയവരെല്ലാം മാമന്മാരായി മാറി നിൽക്കൂ. കുട്ടികളാണെങ്കിൽ ഇല്ലൂമിനാട്ടി. എന്താ ഇല്ലൂമിനാട്ടി? എന്താന്നറിയില്ല. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഉയ്യൻ്റെ അമ്മേ, മഹിഷാസുരം പോലും ഉണ്ട് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടാവില്ല. എന്തൊരു പാട്ടാണ്! മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനുമുണ്ട് അവകാശം, തനി നിറമെടുത്തണിയണ നെഞ്ച് കാട്ടു തോന്നിയാസം. ഇപ്പൊ ആവേശ സിനിമയിലെ പാട്ടായത് കുട്ടികൾ പാടുന്ന. അതവരെ കുറ്റം പറയണ്ട. അവരെ ഈ സംസ്കാരത്തിൻ്റെ നൂല് കൊണ്ട് നിങ്ങൾ ബന്ധിച്ചോ? ആകാശത്ത് പറക്കുന്ന പട്ടത്തിന് ധാരണ എൻ്റെ കഴിവായി ഇതെന്നാ.
ഈ നൂലിൻ്റെ ബന്ധനം അങ്ങ് ഒഴിവായി കിട്ടിയെങ്കിൽ ഞാനങ്ങനെ അനന്ത വിഹായസിൽ പറക്കാമായിരുന്നു. എന്നാൽ ആ നൂലങ്ങ് പൊട്ടിയാലുണ്ടല്ലോ തലകുത്തി വീന്ന് അറിയണം, കുട്ടികൾ അറിയണം. ഈ നൂലില്ലേ, സംസ്കാരത്തിൻ്റെ നൂലിൻ്റെ ബന്ധമില്ലെങ്കിൽ നമ്മൾ തലകുത്തി വീഴും. അവരെ സംസ്കാരം പഠിപ്പിച്ചോ? ആ സംസ്കാരം പഠിപ്പിക്കാൻ എന്താണ് നമ്മൾ നാട്ടിൽ ചെയ്യുന്നത്? എന്താണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവുന്നത്? 100 വർഷമാണ് ഈ സ്കൂളിൻ്റെ പഴക്കം. എന്നാൽ 10,000 വർഷം പഴക്കമുള്ള ഒരു സ്ഥാപനം പൂട്ടിപ്പോയ വിവരം നിങ്ങൾ അറിഞ്ഞോ? ആ സ്ഥാപനത്തിൻ്റെ, ആ വിദ്യാലയമാണ്, സർവകലാശാലയുടെ പേരാണ് കുടുംബം. കുടുംബം. വീടുണ്ട്, കുടുംബമുണ്ടോ? കൂടുന്നുണ്ടോ? എന്നാലേ ഇമ്പം ഉണ്ടാവൂ. കൂടുമ്പോൾ ഭൂകമ്പമായാൽ കുടുംബാവില്ല. കൂടുന്നോ? വിറയത്തോ മുറ്റത്തോ ഒത്തുചേർന്ന് ഇരിക്കാറുണ്ടോ? എല്ലാവരും മൊബൈൽ നോക്കിയിട്ട് ചത്വരത്തിൽ നിന്ന് കരതല ചതുരത്തിലേക്ക് ചുരുങ്ങിയില്ലേ? ചത്വരം മുറ്റത്ത് വട്ടത്തിലിരുന്ന് ഒന്ന് നടക്കാറുണ്ടോ? ഒരു വരാന്തയിലും ആളില്ല, വിജനമായ വരാന്തകൾ. എന്തിനാ ഈ വരാന്ത എടുത്തിരുന്ന് വെറുതെ പൈസ വേണ്ട? അതുകൊണ്ട് ഇനി വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ വരാന്ത വേണ്ട. എല്ലാവരും ആത്തിരിക്കുമ്പോൾ പിന്നെ ഇതിന് പൈസ ചിലവാക്കണോ? എന്തിന്? അവിടെ ഒന്ന് ഇരുന്നിട്ട് ഒരു സംവാദം നടക്കണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണ്ടേ? ഒന്നുമില്ല. എല്ലാവരും ആത്ത് ഇരുന്നിട്ട് ലോകത്തോട് സംവദിക്കുകയാണ് ഇതിലൂടെ. തൊട്ടടുത്തിരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ആർദ്രത എന്ന് പറയുന്ന ഒരു സാധനം, അടിസ്ഥാന മൂല്യം നഷ്ടപ്പെടുക. ഇത്രയും അറിവുണ്ടായിട്ടും കുട്ടികൾ എന്തുകൊണ്ട് കവിത വായിക്കുന്നില്ല? എന്തുകൊണ്ട് കഥകൾ വായിക്കുന്നില്ല? എന്തുകൊണ്ട് പാട്ടുകൾ പാടുന്നില്ല? അറിയണം നിങ്ങൾ. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റാ കണി കാണുന്നത് ക്ലോസറ്റാ അല്ലേ? നേരെ പോവാ കക്കൂസില. വാതിൽ തുറന്നൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമോ? വാതിൽ പുഞ്ചിരിക്കാറുണ്ടോ? വീട് പുഞ്ചിരിക്കുന്നതാണ് വാതിൽ തുറക്കൽ. പുഞ്ചിരിക്കുന്ന വീടുകൾ വാതിൽ തുറക്കുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ 3 പ്രാക്കളെ സ്വീകരിക്കണ്ടേ? മാടപ്രാവും അരിപ്രാവും അല്ല. പ്രകാശത്തെ, പ്രകൃതിയെ, പ്രഭാതത്തെ സ്വീകരിക്കണ്ടേ? ആ പ്രഭാതത്തിൽ കിഴക്കിൽ നിന്ന് ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങളെ ഏറ്റുവാങ്ങണ്ടേ? മുറ്റത്ത് വിരിഞ്ഞ പൂക്കളെ കാണണ്ടേ? ആ പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ കാണണ്ടേ? അവിടെ തുമ്പികളെ കാണിച്ചു കൊടുക്കലുണ്ടോ? ഒന്നുമില്ല. മുറ്റത്തേക്ക് ഇറങ്ങുന്ന പരിപാടിയില്ലല്ലോ. രാവിലെ എണീറ്റാൽ ഇസ്രായേലിലും ഗാസയിലും സുഡാനിലും പട്ടാളക്കാരെ പണിയായി ഇപ്പോൾ നമ്മളെ പണി. അവിടെയെല്ലാം പട്ടാളക്കാർ രാവിലെ എണീറ്റാൽ പല്ല് വരെ തേക്കാണ്ട് 3 മിസൈൽ തീ കൊടുക്കും. എന്നിട്ട് മാത്രമേ പല്ല് വരെ തേക്കൂ. ഇപ്പം എന്താ നമ്മളെ വീട്ടിൽ ആദ്യത്തെ പണി ഉറക്കം കഴിഞ്ഞാൽ നേരെ പോയിട്ട് മുഖവും കഴുകി നേരെ അടുക്കള കയറിയിട്ട് 3 അടുപ്പിന് തീ കൊടുക്കൂ. ടിക്ക് 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 3 കത്തിക്കും, തിന്നാൻ കൊടുക്കൂ. ഈ ശരീരത്തെ പോറ്റിയിട്ട് എന്താ കാര്യം നിങ്ങൾക്ക്? നിങ്ങൾ ആ സമയം മക്കളുടെ ശരീരത്തെ മാത്രം പോറ്റിയിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ആടിൻ്റെ ശരീരത്തെ, കോയിൻ്റെ ശരീരത്തെ പോറ്റിയാൽ ഇറച്ചി വെക്കുക, പശുവിനെ പോറ്റിയാൽ കറന്ന് വെക്കുക. നമ്മളെ മക്കളെ കറന്ന് വെക്കാൻ പറ്റുമോ? ഇറച്ചി വെക്കാൻ പറ്റും? മോനെ നല്ലോണം തിന്നോട്, ക്രിസ്മസാ വരുന്നത്, ഇറച്ചിക്കാലം ഭയങ്കര വിലയാ, ചന്തിമൊന്നുമില്ല ശരിയാലോ എന്ന് പറഞ്ഞിട്ട് നല്ലോണം തിരിച്ചിട്ട് കാര്യമുണ്ടോ? അരിഞ്ഞിട്ട് കറി വെക്കാൻ പറ്റുമോ? ഈ ചന്തി വളർത്തിയിട്ട് ഒരു കാര്യമില്ല. അതിനെക്കൊണ്ട് കാര്യമുള്ള ഒരൊരാളേ ഉള്ളൂ, ഒരു പെണ്ണുങ്ങളുണ്ട്. എല്ലാ ഉദ്ഘാടനത്തിനും ഇപ്പോൾ പെണ്ണുങ്ങളെ വിളിക്കുന്നത്. ആളാരാന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആരാന്ന് മനസ്സിലായില്ലേ? അവർക്ക് ആകെ ഇത് വളർത്തിയോണ്ട് കാര്യമുള്ളൂ. നിങ്ങളവരുടെ മനസ്സ് വളർത്താൻ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ അടുത്ത് പോയി, അല്ലേ, ഒരു പുൽക്കൊടിത്തുമ്പിൻ്റെ മൂർധാവിൽ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ അത്ഭുത പ്രപഞ്ചം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ആ മഞ്ഞുതുള്ളി ചുവന്നു വരുന്നത് കണ്ടിട്ട് സൂര്യാം ചുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു, ഒരു പാട്ടുപാടി കൊടുത്തോ? ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന് പാടിക്കൊടുത്താ. പ്രിയതമേ പ്രഭാതമേ, അയ്യപ്പ പണിക്കരുടെ കവിത. വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. ഒരു കവിത ചൊല്ലാറുണ്ടോ? തിന്നാൻ കൊടുത്താൽ മതിയോ? ഉടുക്കാൻ അലക്കി കൊടുത്താൽ മതിയോ? കിടക്കാൻ കിടക്ക വിരിച്ചു കൊടുത്താൽ മതിയോ? ഇല്ല.
അവരുടെ ആന്തരികമായ സോഫ്റ്റ്വെയർ വളർത്താൻ ആർദ്രത വളർത്തണം. ആ ആർദ്രതയുടെ അടിത്തറയിൽ വേണം ഈശ്വരവിശ്വാസമാവട്ടെ, ധാർമ്മികതയാവട്ടെ, ബുദ്ധിശക്തിയാവട്ടെ എല്ലാം വളർത്തേണ്ടത്. മനുഷ്യനൊരു ആർദ്രതയുണ്ട്. ഈ ആർദ്രത വളർത്താൻ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ, നിങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ, തെരുവുകളിൽ, സുഹൃത്ത് സംഘങ്ങളിൽ, തൊഴിൽ ബന്ധങ്ങളിൽ, സ്കൂളുകളിൽ എല്ലാം അധ്യാപകരാകട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കണം. എന്നാൽ ഈ കുട്ടികൾക്ക് ആർദ്രതയുണ്ടാവും. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കേണ്ടത്? ചപ്പാത്തി സോഫ്റ്റനാക്കാൻ, ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ എന്തെല്ലാം സൂത്രമുണ്ടെന്ന് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യല്ലേ? ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ എന്താ വേണ്ടത്? SOFTEN. അതിന് ഓരോ അക്ഷരത്തിന് ഓരോ അർത്ഥം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്നാണ്. പുഞ്ചിരിക്കാൻ പഠിക്കണമെന്നാണ്. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു ആരാ? മനുഷ്യനാണ്. മൃഗങ്ങൾക്ക് പുഞ്ചിരിക്കാൻ അറിയില്ല. കാരണം അവരുടെ മനസ്സ് ലഘുവാ, അല്ലേ? മനസ്സ് ലഘുവാ. ഈ ആമയും മുയലും പന്തയം വെച്ച കഥ കേൾക്കാത്ത ലോകത്തൊരു കുട്ടിയില്ല. ആമയും മുയലും പന്തയം വെച്ച് മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പറയുന്ന വരുന്നു. എന്തിനാ ഞാൻ നേരത്തെ പോകുന്നത്? 2 മെഡലൊന്നും കിട്ടൂലല്ലോ, ഒന്ന് വിശ്രമിച്ചിട്ട് പോവാ. ആമ എത്തും കുറേ സമയമാവില്ലേ? ഉറങ്ങിപ്പോയി മുയൽ. ഉറക്കം കഴിയുമ്പോൾ ആമ പോയി ട്രോഫിയും വാങ്ങി വരുന്നു. എന്നിട്ട് മാഷന്മാർ നമുക്ക് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടുന്നു. എന്നാൽ ആ കഥയെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ഈ ആമ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരവും, മുയൽ എന്ന് പറഞ്ഞ മനസ്സുമാണ്. ശരീരമാകുന്ന ആമ മെല്ലെ വളരൂ. ഒരു പശു പ്രസവിച്ച ആ പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എണീറ്റോളും. നിങ്ങൾ ആരെങ്കിലും പെറ്റിട്ട് അരമണിക്കൂർ കൊണ്ട് മക്കൾ ഓടിയാ? 6 മാസമായിട്ടില്ലേ ദോശ മറിച്ചിടാൻ, കുമ്പിട്ട് കിടക്കാൻ? 6 മാസവും. LKGയിൽ അംഗനവാടി പോകുമ്പോൾ 3 വയസ്സാവൂലേ? 3ാമത്തെ വയസ്സിൽ പശു പെറ്റിട്ടൊരമ്മയാ. നമ്മൾ ഈടെയുള്ള 7ാം ക്ലാസ്സിലെ കുട്ടികളെ, പെൺകുട്ടികളെ നോക്കിയാട്ടെ, കുഞ്ഞുമക്കളല്ലേ? എന്നാൽ 7ാം ക്ലാസ്സിലെ പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു പശുക്കുട്ടിയായിട്ട് ജനിച്ചെങ്കിൽ 12 വയസ്സിൽ 8 പെറ്റിട്ടുണ്ടാവും, ഇല്ലേ? നമ്മുടെ ശരീരം മെല്ലെ വളരും, ആമയെ പോലെയാ. എന്നാൽ മനസ്സോ എന്തെല്ലാമോ കുട്ടികൾ പഠിക്കുന്നത്, എന്തെല്ലാം പറയുന്നത്, എന്തെല്ലാം പാട്ടാണ്, എന്തൊരു ബുദ്ധിയാ കുട്ടികൾക്ക്. മുയലിനെ പോലെ കുതിച്ചോടുക. പക്ഷേ ഈ ബുദ്ധിയല്ല, ഒരു പ്രായം എത്തുമ്പോൾ ഉണ്ടല്ലോ ഈ ശരീരത്തിൽ ഒരു ഡബിൾ സ്ട്രോങ് വരും. എപ്പോ? മല്ലികാബാണൻ തൻ്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. ഹോർമോൺ ഉൽപാദനം തുടങ്ങുമ്പോൾ ഈ മനസ്സുറങ്ങുന്നു. പണ്ടെപ്പോഴാണ് ഈ ഹോർമോൺ ഉൽപാദനം തുടങ്ങുന്നറിയോ? പണ്ട് ഹോർമോൺ ഉൽപാദനം തുടങ്ങുന്നതിനൊരു കണക്കുണ്ട്. ചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ വീണ്ടും ഞാൻ കണക്കിൽ വരിക. യേശുദാസിൻ്റെ ഒരു പാട്ടുണ്ട്. 200 പൗർണമി ചന്ദ്രികകൾ, 200 പൊന്നരയന്നങ്ങൾ, കുളിരുമായി നിന്റെ കൗമാരത്തിൻ്റെ കിളിവാതിൽ കീരുകീരെ തുറന്നു നോക്കി. കൗമാരത്തിൻ്റെ കിളിവാതിൽ തുറക്കുന്നത് എപ്പോഴാ? 200 പൂർണ്ണയന്ത്രന്മാരെ കാണുമ്പോൾ. അതെപ്പോഴാ? 16 വയസ്സ് കംപ്ലീറ്റ് ആയി 17 തുടങ്ങുമ്പോൾ അന്ന് കൗമാരം തുടങ്ങുക. അതങ്ങനെയാ. 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അല്ലാന്ന് പ്രേമല്ല, കുറേശ്ശെ വരുമെങ്കിലും പറയാൻ ധൈര്യമില്ല. ആരാദ്യം പറയും പറയാതിനി വയ്യ എന്ന മട്ടിൽ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് കണ്ണോണ്ട് നോക്കിയിട്ട് അങ്ങ് പോവും. അവസാനം പറയാൻ ധൈര്യം കിട്ടിയില്ല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസം ഫോട്ടോഗ്രാഫ് വെത്തുണ്ട്. അതിൽ കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്നെല്ലാം എഴുതിയിട്ട് പോയി. രണ്ടും 2 വഴിക്ക് പോയി. പിന്നെ വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഒരു വിവരമില്ല. പാള കീറിയും പോയി, മോര് മറിഞ്ഞും പോയി. ഇപ്പം വലുതായി, മക്കളും മക്കളിലായര് ആ ചരക്കൽ ലേഡി ഉണ്ടാവും അന്വേഷിച്ച് പുറപ്പെട്ടുക. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളാ അല്ലേ? ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആയുസ് കൂടുമെന്നാണ് പറയുന്നത് കേട്ടോ. കാര്യം പറഞ്ഞ കാരണം അവരുടെ ബുദ്ധി നല്ല ഫ്ലെക്സിബിളാവും, പിരിമുറുക്കം കുറയും. അപ്പോൾ പിരിമുറുക്കം കുറയുന്നതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നല്ല പ്ലസൻറ്റ് മൈൻഡ് ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം കിട്ടിയ ചാൻസ് ഒന്നും കളയരുത്, എല്ലായിടയും പോകണം കേട്ടോ. എന്നാൽ 17 വയസ്സിലാണ് കൗമാരം തുടങ്ങിയെങ്കിൽ ഇപ്പോൾ അന്നത്തെ ഭക്ഷണം ഞാൻ പറഞ്ഞില്ലേ, ചക്കക്കുരുവും വെള്ളരിക്കും ഓല്ലാം ഉണ്ട്. എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? ഇപ്പം ഏതാ തീറ്റി പിള്ളർ? എത്രയാ വെളിച്ചെണ്ണ, എത്രയാ പാമോയിൽ, എത്രയാ തേങ്ങ അരച്ച കറി അല്ലേ? എത്രയാ ഇറച്ചി മീനും തിന്നുന്നു? എത്രയാ? നമ്മളല്ല 50 പൈസക്കാ മീൻ മത്തി വാങ്ങല വീട്ടിൽ. 50 പൈസക്ക്. ഇപ്പം എത്രയാ? 100 റുപ്യ കുറഞ്ഞിട്ട് മീൻ കിട്ടുമോ? എത്രയാ ഇറച്ചി? നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ചാൽ നമുക്ക് ഒരു പേരിലേ ഉള്ളൂ. ശവം, മയ്യത്ത്,
ഇതല്ലേ ഉള്ളൂ. എന്നാൽ കോഴീൻ്റെ ഒരു ഭാഗ്യം നോക്കിയാട്ടെ, മരിക്കുന്നവരെ ഒറ്റ പേരേ ഉള്ളൂ കോഴിക്ക്. എന്നാൽ മരിച്ച 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച്, ചിക്കൻ എന്തല്ലോ പേരില്ല. ഇത് മുഴുവൻ കുട്ടികൾ തിന്നിട്ടുണ്ടല്ലോ. UP സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാന്ന് പ്രേമം. UP സ്കൂളിലെ കുട്ടികൾ ആ സമയത്ത് ഈ ഹോർമോണങ്ങൾ ഉത്പാദിപ്പിക്കുമ്പോണ്ടല്ലോ, ഏടുന്നെങ്കിൽ ഒരു ചെക്കനൊന്നൊരു ചിരിച്ചു കാണിച്ചാൽ മതി. ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഓർക്കുണ്ടാവില്ല. അടുത്ത ദിവസം പോയി പോകുമ്പം പോലാന്ന് പറയേണ്ട മനസ്സാകുന്ന മോയൽ ഉറങ്ങിപ്പോയി. പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മയെ കരയിച്ചിട്ട് പോലെ മോളെ എന്ന് പറയേണ്ട മനസ്സാകുന്ന മോയൽ ഉറങ്ങി. അച്ഛനും അമ്മേൻ്റെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം എന്താ? മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്നാൽ അച്ഛനും അമ്മയും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ ഈ ഭൂജാതനാവുന്ന ഭൂമിയിൽ ജനിക്കുന്നതിന് 8-9 മാസം മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാ നമ്മുടെ അച്ഛനും അമ്മയും. നമ്മളെ കാണുന്നതിന് മുമ്പ് സ്നേഹിച്ചതാ. ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട മുയൽ ഉറങ്ങി. ശരീരാമ പോയി. ഒരു കൊല്ലം കഴിയുമ്പോൾ ട്രോഫിയും വാങ്ങി വരൂ, ഒന്നിൻ്റെ അടുത്ത് വരൂ. ഉയ്യൻ്റെ അമ്മയോ കഞ്ചാവാ, ഞാനിരിപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഇതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ മനസ്സിനെ ഉണർത്തുന്നതാണ് പുഞ്ചിരി. സ്മൈൽ, പുഞ്ചിരിക്കൂ. എൻ്റെ നാട്ടിൽ ഒരു സ്കൂളിൽ ഒക്ടോബർ 1 ഒരു പരിപാടി വെച്ചു, വയോജന സംഗമം. കുട്ടികളെല്ലാം അപ്പൂപ്പനെയും അമ്മമ്മേനെയും എല്ലാം കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. എല്ലാവരും വന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചു. അപ്പോൾ ഹെഡ് ടീച്ചർ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ വയോജനങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞു. പറയുമ്പോൾ ടീച്ചർ സ്ഥിരം പറയുന്നൊരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ ഈ പച്ചപ്ലാവിൽ ഇതുപോലെ ഒരു കാലം പഴുക്കുമെന്ന് ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി, ടീച്ചറെ ഒരു സംശയം, എന്താണ് പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കാണ്ടെന്നാ പഴുക്കാണ്ടിരിക്കുക? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലത്. പുഞ്ചിരിക്കുക, വലിഞ്ഞു മുറുകി നിൽക്കല്ല, ചിരിക്കുക. രണ്ടാമത്തത് എസ് കഴിഞ്ഞ ഓപ്പൺ ഹേഡ്, ഹൃദയം തുറന്ന് വർത്താനം പറയണം. നമ്മുടെ വീട്ടിൽ മൊബൈലും TV-യും കമ്പ്യൂട്ടറും എല്ലാം പൂട്ടിയിട്ട് 1/2 മണിക്കൂർ നേരം അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും കൊച്ചുമക്കളും വട്ടത്തിലിരിക്കാൻ പറ്റുമോ? എന്നിട്ട് നല്ല കാര്യങ്ങൾ പറ. തൂങ്ങിച്ചത്തവും കെട്ടിത്തുള്ളിയും പറയണ്ട. റോഡ് മേലാതാര പോകുന്നു, അത് ബഷീറാ, മഹാവൃത്തികെട്ടവനവൻ. ഓൻ്റെ ദോഷമെല്ലാം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് കുഞ്ഞിക്കണ്ണം പോകുമ്പോൾ ഓൻ അതിലും മോശാ. സബാസ്റ്റ്യൻ തീരെ പോക്കാ. പഞ്ചായത്ത് മെമ്പർ ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബദ്ധോ. MLA മോശം, മന്ത്രിമാരെല്ലാം മോശം, മുഖ്യമന്ത്രി മോശം, പ്രധാനമന്ത്രി മോശം, ലോകത്തിൽ സകലരും മോശം. ലോകത്ത് ഒരാളെ ഉള്ളൂ നല്ല. അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകൾ കേട്ട് 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 കുട്ടികളുടെ മനോഭാവം എന്താണെന്നറിയോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ ശരിയാണ് വലിയ തെറ്റിലേക്ക് നയിക്കുന്നത് കുട്ടികളെ. എന്താ ഞാൻ ശരി എന്ന് പിന്നെ എന്താവും? എൻ്റെ ജാതി മാത്രം ശരി, എൻ്റെ മതം മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ പാർട്ടി മാത്രം ശരി, എൻ്റെ രാജ്യം മാത്രം ശരി. ഈ ശരികളിൽ നിന്നാണ് ലോകത്തെ എല്ലാ കലാപങ്ങളും ഉണ്ടാവുന്നത്. ഞാൻ മാത്രം ശരി, മറ്റുള്ളവരൊന്നും ശരിയല്ല. ജനാധിപത്യ വിരുദ്ധ മനോഭാവമാണ്. പിന്നെ എന്താ? കുട്ടികളെ എപ്പോഴും കുറ്റപ്പെടുത്തൽ. 50-ൽ 45 മാർക്കും വാങ്ങി വന്നാൽ ആ 45-ന് ഷെയ്ക്കേറ്റ് കൊടുക്കുക? ഇല്ല. ഏതാ 5 തെറ്റിച്ച്? അതാ അറിയേണ്ടത്. തെറ്റായ 5 അതാ കണ്ട അമ്മയോട് പറയുന്ന കണ്ട കേക്ക്. തെറ്റിനാ പ്രധാനം, ശരിക്കുമല്ല. നെഗറ്റീവ് കേട്ട് എപ്പോഴും കുറ്റപ്പെടുത്തൽ, പ്രാക്കല്. ഇല്ലകളുടെ വില്ലകളാ. രാവിലെ തുടങ്ങും, എണീക്കുന്നില്ലേ, പലതേക്കുന്നില്ലേ, കുളിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, എല്ലാം ഇല്ലേ കൂട്ടിയിട്ടേ പറയൂ. ഉണ്ടെന്ന് കൂട്ടി പറയില്ല. ഇല്ല കേട്ട് 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 കുട്ടി ഇല്ലാണ്ടായി പോവാ. അപകർഷതാബോധം. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. മൂന്നാമതൊരു ടീമുണ്ട് കേട്ടോ. അവരാ ഇപ്പം കൂടി വരുന്നത്. ആരാ? അവരങ്ങാറ്റ് ഈ കമ്മിറ്റി പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈനോട് ഇക്കൊല്ലത്തെ പരിപാടി നിൽക്കൂ. ആരാ അത്? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്ക, നിങ്ങളും പോക്ക, മൊത്തം പോക്ക. നമ്മൾ നമ്മുടെ കുട്ടികളെ ഏത് മനോഭാവത്തിലാണ് വളർത്തേണ്ടത്? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും കുഴപ്പമില്ല, നീയും കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. സുഗതകുമാരി ടീച്ചറുടെ വരിയ. ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട്, പക്ഷെ പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കണം. നല്ലത് പത്രത്തിൽ തൂങ്ങിച്ചത്തവും കെട്ടുത്തുള്ളിയും വായിച്ചാൽ പോരാ. ഈ 1 മാസത്തിനുള്ളിൽ വീട്ടിൽ
മക്കളോടൊത്തിരുന്നിട്ട് ഒരു എഡിറ്റോറിയൽ പേജ് വായിച്ചാരും കൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് വായിച്ചാരും കൊണ്ട് ഒന്ന് കൈമുക്കിയ ഒരാള്, രണ്ടാള്, മൂന്നാള് എഡിറ്റോറിയൽ പേജ് വായിച്ചു കൊടുക്കണം മക്കൾക്ക്. നിങ്ങൾ വായിച്ചു കൊടുക്കണ്ട, അവരോട് വായിച്ചിട്ട് ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറയാം. അവരെ കൊണ്ട് വായിപ്പിക്കണം. അവരുടെ സാമൂഹ്യ ബോധവും പൗരത്വബോധവും വളരാൻ അത് നല്ലതാ. അല്ലാതെ ഈ ചത്തവും കണ്ടുത്തുള്ളിയും അല്ല വായിക്കേണ്ടത്. മനസ്സിലായോ? അതുകൊണ്ട് ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. ഓപ്പൺ ഹേഡ്. മൂന്നാമത്തത് ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയണം. സ്കൂളും വിട്ട് വരുമ്പോൾ കുട്ടിയോട് എന്താടാ ഇങ്ങനെ നിൽക്കരുത്. എന്താടാ? ശരീരഭാഷ ഒരു പ്രധാന ഘടക. വർത്തമാനത്തേക്കാൾ നമ്മുടെ ആളുകൾ ആകർഷിക്കുന്നത് ശരീര, കൈകൊണ്ടും കാലുകൊണ്ടുള്ള ഒരു തല കുലുക്കലൊക്കെയാ ശരീരഭാഷ. പണ്ട് പ്രണയങ്ങളൊക്കെ ശരീരഭാഷയിലാ. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണി അതു കേട്ടു നാണിച്ചു നാണിച്ചു, കാൽനകം കൊണ്ടൊരു വര വരച്ചു. പ്രേമമുണ്ട് എന്ന് അറിയിക്കാൻ നിലത്ത് വട്ടം വരക്കും. ഇന്ന് ഏതും വട്ടം വരക്കുന്ന കാമുകിയുണ്ടാ? അന്ന് എംബേന് മുമ്പ് കല്യാണം അന്വേഷിച്ച് വന്ന ചെക്കനെ ഇഷ്ടപ്പെട്ടോ എന്ന് പെണ്ണിനോട് ചോദിച്ചാൽ എനിക്കിഷ്ടമായ അച്ഛാന്ന് പറയോ? മൗനത്തിലൂടെ ഒരു മറുപടിയുണ്ട്. കാട്ടുതാറാവുകൾ ഇണകളെ തീരയും കായലിനരികിലൂടെ, കടത്തു തോണികളിൽ ആളു കയറും കല്ലൊതുക്കുകളിലൂടെ, തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം, നിന്റെ മൗനം സന്ധ്യമയങ്ങും നേരം. ബോഡി ലാംഗ്വേജ്. മുന്നോട്ട് കുനിയ, അഹന്ത വേണ്ട. എൻ്റെ വീട്ടിലേക്ക് കുട്ടികൾ ഓടി വരിക. അധികവും വീട്ടിലുണ്ടാവും, കുട്ടികൾ വരും. അപ്പോൾ അപ്പുറത്തെ കുട്ടീനെ എടുക്കണം. എനിക്ക് ഞാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. മണങ്ങൂല, കുനിയൂല. വാ മോളെ എന്ന് പറഞ്ഞാൽ എടുക്കാനാവോ? ഞാൻ കുട്ടിയിലേക്ക് താണാലേ കുട്ടി എന്നിലേക്ക് ഉയരൂ. ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയൂ. SOFIT, ടച്ച്, തൊടണം. മക്കളെ തൊടണം. വാത്സല്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ധാരണ കിൻഡർ ജോയി അൽഫാമും കൊണ്ട കൊടുക്കലാന്ന അല്ല. വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കണം മക്കളെ. അത്ര വലുതായാലും ചേർത്ത് പിടിക്കുക. രാവിലെ കുട്ടികളെ തൊട്ട് വിളിക്കണം. ഇത് രാക്ഷസന്മാരെ ഉണർത്തുന്നത് പോലെയാണ്. അടുപ്പത്തൊന്നും ആയിട്ടില്ല, സ്കൂൾ ബസ് വരുന്ന സമയമായി, ചെക്കനാണ് കേണിയിട്ടിട്ടില്ല, രാക്ഷസീയമായിട്ടാണ് വിളിക്കുന്നത്. നാദം രാക്ഷസീയമാണ്, നിഷാദമാണ്. നിഷാദൻ കാട്ടാളനല്ലേ? കാട്ടാളിൻ്റെ ഒച്ചയാ. ഷഡ്ജമാക്ക്. കയ്യൊരു മേലെ വെച്ചിട്ട് മോനെ മോനെ എന്ന് വിളിക്ക്. മനസ്സിലായോ? അങ്ങനെ വിളിക്കണം കുട്ടികളെ. തൊടണം. നിങ്ങൾ രക്ഷിതാക്കളും പരസ്പരം ബഹുമാനത്തോടെ അടുത്തിരുന്ന് വർത്തമാനം പറയുന്നത് കാണുന്ന മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവുന്ന, നല്ല സംസ്കാരം ഉണ്ടാവും. നിങ്ങൾ ഇരുട്ടത്ത് മാത്രം തൊട്ടാൽ പോരെ അച്ഛനും അമ്മയും. വെളിച്ചത്തിൽ അടുത്തിരുന്നിട്ട് പരസ്പര ബഹുമാനത്തോടെ സംസാരിച്ച് സ്നേഹത്തിൽ സംസാരിക്കണം. അല്ലാതെ കീരിമൂർഖനെ പോലെ ആയാൽ മക്കളുടെ സ്വഭാവ വൈകൃതം ഉണ്ടാവും. ഒന്ന് അടുത്തിരുന്നൂടെ? കല്യാണം വരെ പ്രേമിക്കും, കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രേമം പാടില്ല എന്ന് എന്തോ ഒരു നിയമം. അങ്ങനെയുണ്ടോ? പ്രണയം മരണം വരെ ഉണ്ടാവേണ്ടതാ. മരിക്കുന്നത് വരെ പ്രണയിച്ചു കൊണ്ടിരിക്കണം. മരിച്ചാലും പ്രണയം നശിച്ചു പോകുന്നില്ല എന്ന് എത്ര കവികൾ പാടി. നമ്മളിത് കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു ദിവസം 4 നേരം അയക്കൂ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ ഐ ലവ് യു എന്നോ ഐ ലൈക്ക് യു എന്നോ പറഞ്ഞോ? എന്താ പറയാത്ത? കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു ഐ ലൈക്ക് യു എന്ന് പറയാത്തത്? ഞാൻ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഒരു ക്ലാസ് എടുക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറയാത്തതെന്ന് ചോദിച്ചാൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയാം, എന്താ പറയാത്തതെന്ന് അറിയോ? എന്താ, എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്ന്. ഈ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പ്രചരണം? മനസ്സിലായോ? അതുകൊണ്ട് മരണം വരെ പ്രേമിക്കൂ. മക്കളുടെ മുന്നിൽ തൊട്ടിരിക്കൂ. അച്ഛനമ്മമാർ സ്നേഹത്തോട് പെരുമാറൂ. പ്രായമുള്ള മനുഷ്യർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അല്ല പ്രധാനം, മരുന്നല്ല പ്രധാനം. അവർക്ക് നിങ്ങളുടെ ടച്ചിങ് ആണ്. അവരുടെ ത്വക്ക് മനസ്സിൻ്റെ അതിരാണ്. അതിൽ പോയി തൊടൂ, ഒന്ന് തലോടൂ. ടച്ച് വേണം. ഹൃദയം കൊണ്ട് ടച്ച് ചെയ്യണം, വാക്കുകളിലൂടെ. ശരീരം കൊണ്ട് ടച്ച് ചെയ്യണം, സാന്ത്വന തലോടലിലൂടെ. SOFTIയിലെ ഇനി ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം പറയണം.
കണ്ണാണ് വ്യക്തിത്വത്തിൻ്റെ ഉറവിടം. ഞാൻ കഴിഞ്ഞ ദിവസം ഖത്തറിൽ പോകുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്ത് കയറുമ്പം കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു. ഖത്തറിൽ ഇറങ്ങിയപ്പോൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു. തിരിച്ചു വരുമ്പോൾ ഫോട്ടോ എടുത്തു. അവിടെ നിന്ന് ആൾ ഇവിടുന്ന് കയറിപ്പോയി. കണ്ണാണ് കണക്ക്, പാസ്പോർട്ടല്ല. ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് വീണ്ടും കണക്ക്, ഇവിടുന്ന് പോയ ആൾ തിരിച്ചെത്തി. കാരണം നമ്മളെ കണ്ണ് പോലെ ലോകത്ത് മറ്റൊരാൾക്കും കണ്ണുണ്ടാവില്ല. കണ്ണൊരിക്കലും ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നവരെ മാറാതെ നിൽക്കുന്നൊരു സാധനം. ആ കണ്ണിൻ്റെ സൗന്ദര്യവും അതിലെ ആർദ്രത, അതിലെ പ്രതീക്ഷകൾ, അതിലെ സ്വപ്നങ്ങൾ നോക്കി കാണണ്ടേ മക്കളുടെ? ഭാര്യയും ഭർത്താവും കണ്ണിൽ നോക്കണം, അച്ഛനും മക്കളും അമ്മയും മക്കളും കണ്ണിൽ നോക്കണം. കണ്ണ് ആണ് പ്രധാനം. കണ്ണിൻ്റെ പേരിലാണ് എത്ര പേരാ. പണ്ട് ഒരുപാട് പേര് അക്ഷി എന്ന് അവസാനിക്കുന്ന. അംബുജാക്ഷി, കമലാക്ഷി. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണാ. അംബുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി. ആണുങ്ങൾക്ക് അംബുജാക്ഷൻ, കമലാക്ഷൻ, പങ്കജാക്ഷൻ. മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവൾ മീനാക്ഷി. പിന്നെ വേറൊരു പേരുണ്ട് വിശാലാക്ഷി. വലിയ കണ്ണുള്ളവൾ വിശാലാക്ഷി. പെണ്ണുങ്ങൾക്ക് വലിയ കണ്ണ് സൗന്ദര്യമാണ് പോലും. അതുകൊണ്ട് പെണ്ണുങ്ങളെ വിളിക്കും വിശാലാക്ഷി. പക്ഷെ നേരെ തിരിച്ച് ആണുങ്ങൾക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം. അതുകൊണ്ട് ആണുങ്ങളെ വിളിക്കും കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ, മനസ്സിലായോ? അതാണ് കണ്ണിൻ്റെ വലിപ്പം. ചെറിയ വിഷയമൊന്നുമല്ല. 5-6 മാസം മുമ്പ് കേരളത്തിലെ പത്രങ്ങളിലും ചാനലുകളിലും വന്ന ചർച്ചകൾ മുഴുവൻ കണ്ണുമായി ബന്ധപ്പെട്ട്. അറിയോ? മഞ്ജു വാര്യരുടെ കണ്ണിന് വലിപ്പം കുറഞ്ഞുകൊണ്ട് അതിലും വലിയ കണ്ണുള്ള കാവ്യ മാധവൻ്റെ അടുത്തേക്ക് ആ വിദ്വാൻ പോയേ. ആ കാര്യം ഭാവന പോയിട്ട് മഞ്ജുവോട് പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഭാവനനെ പൾസർ സുനീനെ അയച്ചിട്ട് ഇടങ്ങാറാക്കി. അതിൻ്റെ പേരിലല്ലേ ഹേമ കമ്മീഷൻ ഉണ്ടാക്കി. അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്നേരല്ലേ പല നടന്മാരും വൃത്തികേട് നമ്മൾ അറിഞ്ഞ്. അതായിരുന്നല്ലോ പത്രത്തിലെ പ്രധാന ചർച്ച. ഇതെല്ലാം മഞ്ജുവിൻ്റെ കണ്ണിന് വലിപ്പം കുറഞ്ഞ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് കണ്ണ് പ്രധാനമാണ്. കണ്ണിൽ നോക്കണം. മക്കളുടെ കണ്ണിൽ നോക്കാത്തതിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഒരു ദുരന്തം, ഒരു യുദ്ധമുണ്ടായിട്ടുണ്ട്. അറിയുമോ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം മഹാഭാരത യുദ്ധം. കണ്ണിൽ നോക്കാൻ, മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാത്തതിൻ്റെ പേരിലാണ്. ദുര്യോധനാദികളായ 100 പേർ കൗരവന്മാർ പൂന്യാസം കൊണ്ടല്ലേ യുദ്ധം ഉണ്ടായത്. ആ കൗരവന്മാർ എല്ലാം നല്ല കുട്ടികളായിരുന്നു. ആ കൗരവന്മാരുടെ അച്ഛൻ ധൃതരാഷ്ട്രക്ക് ജന്മനാ കണ്ണ് കാണില്ല. കല്യാണം കഴിക്കുമ്പോൾ ഗാന്ധാരിയോട് പറഞ്ഞിട്ടില്ല അന്ധനാണെന്ന്. കല്യാണ പന്തലിൽ കയറുമ്പോൾ ഗാന്ധാരി അറിഞ്ഞ് തൻ്റെ ഭർത്താവ് അന്ധനാണെന്ന്. തന്നെ പറ്റിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രകോടി പറിച്ചു ചീന്തി കണ്ണുകെട്ടി 100 എണ്ണത്തിന് 100 ആണിനെ പറ്റി അല്ലേ? 100 ആണിനെ പറ്റിയിട്ട് ഒന്നിനെ അച്ഛനും കണ്ടില്ല, അമ്മയും നോക്കില്ല. 100 നല്ല കുട്ടികളല്ലേ? മോശമായിരുന്നോ? കൗരവന്മാരിൽ മൂത്തവൻ്റെ പേരറിയാവോ? എന്താ കൗരവന്മാരിൽ മൂത്തവൻ്റെ പേര്? ദുര്യോധനൻ എന്നാ വിചാരോ? അല്ല, വിളിച്ചത് സുയോധന എന്നാ. സുയോധനൻ എന്നായിരുന്നു പേര്. പിന്നെ ദുഷിച്ച് ദുര്യോധനായതാ. സുയോധനൻ എന്ന് പറഞ്ഞാൽ നല്ലതെന്നാ. അതെൻ്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞല്ല. നല്ലതാ. സുയോധനൻ ദുഷിച്ച് ദുര്യോധനായി, ദുശാസനായി. ഒന്നിനെ നോക്കിയില്ല. 100 പടഞ്ഞു മരിച്ചു യുദ്ധക്കളത്തിൽ. 100 ആൺമക്കൾ ഉണ്ടായിട്ട് ഇവർ മരിച്ചപ്പോൾ ചിതക്ക് തീ കൊളുത്താൻ ഒരാണ് ബാക്കിയായോ? പുത്രവിയോഗ ദുഃഖത്താൽ 2 പേരും ഈ കണ്ണ് കാണാതെ കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടുതീയിൽപ്പെട്ടിട്ട് പച്ചക്ക് വെന്ത് മരിക്കേണ്ടി വന്നു. എന്തേ? ഭർത്താവിന് കണ്ണ് കാണില്ല, പോട്ടെ, എന്നാ അമ്മ നോക്കണ്ടേ മക്കളെ? കണ്ണ് കാണാത്ത ഭർത്താവും കണ്ണ് കാണുന്ന ഭാര്യയും കൂടി പാടിയൊരു പാട്ടോർമ്മയുണ്ടോ? കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ എന്താ പാടിയേ? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരെ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരെ. എന്നാൽ കണ്ണും കെട്ടി നടന്നു. 100 മക്കളും മരിച്ചു. രക്ഷിതാക്കളെ, അപ്പൂപ്പന്മാരെ, അച്ചമ്മമാരെ, അമ്മമ്മമാരെ, നിങ്ങൾക്കെല്ലാം കണ്ണില്ലേ? എന്നിട്ടും കൊച്ചുമക്കളുടെ കണ്ണിൽ നോക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കണ്ണ്? ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കൂ. അവസാനത്തെ നോഡിങ്, SOFTEN, നോഡിങ്. നോഡിങ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ബോധം വീട്ടിലുണ്ടാവണം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനെയും MLA-നെയും MP-നെയും തിരഞ്ഞെടുക്കുന്ന പരിപാടിയല്ല. മനുഷ്യനും ഒത്തുചേരുന്നതിൻ്റെ രസതന്ത്രമാണ് ജനാധിപത്യം. പരസ്പരം ഒത്തുചേരണം. എന്നിട്ട് പറയുന്നത് കേട്ടിട്ട് തല കുലുക്കണം. അതാ നോഡിങ്. സമ്മതിക്കാൻ തയ്യാറാവണം. മറ്റുള്ളവരാര് പറയുന്നു എന്നല്ല,
ഞാൻ ചോറ് കൊടുത്ത് പോറ്റുന്ന മകൻ പറഞ്ഞാലും അവൻ പറയുന്ന ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ഭൂരിപക്ഷം രക്ഷിതാക്കൾക്കും ഇല്ല. ഞാൻ പറയും, എൻ്റെ വീടാണിത്, ഞാനാണ് ചെലവിന് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണമെന്ന ഈഗോ ക്ലേശ് കൊണ്ടാണ് മിക്ക കുട്ടികളും കുടുംബം ചങ്കാവാതെ അവർ പുറത്തേക്ക് പോയിട്ട് പുറത്തെ ചങ്കിൻ്റെ കൂടെ പോകുന്നത്. മനസ്സിലായോ? അവർ പറയുന്നതിന് ആദരവ് കൊടുക്ക്, ബഹുമാനം കൊടുക്ക്, വില കൊടുക്ക്. അവരുമായിട്ട് ചർച്ച ചെയ്യ്, തുറന്ന ചർച്ചകൾ ഉണ്ടാവട്ടെ, ജനാധിപത്യ വേദികളായിട്ട് സഭകളായിട്ട് വീട് മാറട്ടെ. അങ്ങനെ അവർ പറയുന്നത് തലകുലിക്ക് സമ്മതിക്കാൻ തയ്യാറാവൂ. പറയാൻ ഒരു നാവേ ഉള്ളൂ നമുക്ക്, കേൾക്കാൻ രണ്ട് ചെവിയുണ്ട്. പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണമെന്നാ പ്രകൃതി നമ്മളോട് പറയുന്നത്. കേൾക്കാൻ തയ്യാറാവുക. അത്തരത്തിൽ സ്മൈൽ, ഓപ്പൺ ഹെയർ, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലുക്കുക. അത്തരത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ സോഫ്റ്റനാക്കുക. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആർദ്രതയെ തിരിച്ചു പിടിക്കാം. കഠോരമായ പൂക്കളെയും പുഴകളെയും കാണുമ്പോൾ അവൻ്റെ ഹൃദയം അലിയുന്നില്ല. പകരം അൽഫാമും കുഴിമന്തിയും ഷവർമയും കാണുമ്പോൾ മാത്രം അവൻ്റെ ഹൃദയം ആർദ്രമാകുന്നുണ്ടെങ്കിൽ നമ്മൾക്കാ പിഴച്ചത്, കുട്ടികൾക്കല്ല പിഴച്ചത്. അപ്പോൾ ആ പിഴവിൽ നിന്ന് കുട്ടികളെ മാറ്റിക്കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വിദ്യാലയം ഇത് മാഷും കുട്ടിയും തമ്മിലുള്ള ഏർപ്പാടല്ല. അവിടെ രക്ഷിതാക്കൾക്കും പങ്കുണ്ട്, നാട്ടുകാർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും പങ്കുണ്ട്. നമ്മുടെ കുട്ടികളുടെ കൂടെ നിൽക്കും. നമുക്ക് അവരെ ഈ ലോകത്തോളം വലുതാകുന്ന മനസ്സുമായിട്ട് അവരെ ഇവിടുന്ന് പുറത്തേക്ക് അയക്കാം. പ്രൈമറി വിദ്യാലയത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. 10ാം ക്ലാസ്സിലെത്തുമ്പോൾ, പ്ലസ് 2-ലെത്തുമ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരുന്നിട്ട് രക്ഷിതാക്കൾ ബേജാറായിട്ട് ഒരു കാര്യമില്ല. കതിര് വന്നിട്ട് വളം ഇട്ടിട്ട് കാര്യമുണ്ടോ? കതിര് വന്നിട്ട് വളം ഇട്ടിട്ട് കാര്യമില്ല. വളം ഇടേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും അടിത്തട്ടിൽ മുളച്ച ആ ഞാറുണ്ടല്ലോ, അത് പൊരിച്ചു നാട്ടുന്നതാണ് പ്രൈമറി വിദ്യാലയത്തിൽ. ആ നാട്ടി എന്ന് പറയുന്നൊരു കൃഷിയുണ്ട്. നാട്ടി കഴിഞ്ഞ ഉടനെ വളവിടണം. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം. അവർക്ക് അറിവും ചിന്തയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കൽപ്പും ആർദ്രതയും സാമൂഹ്യ ബന്ധവും ശാസ്ത്രബോധവും ഒക്കെ കൊടുക്കണം. അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കല്ലേ മക്കളാ. നിങ്ങൾ ദൈവവിശ്വാസികളായിക്കോട്ടെ, പക്ഷെ അന്ധവിശ്വാസത്തിൻ്റെ പിറകെ കുട്ടികളെ അയക്കരുത്. അവർ പിന്നീട് അത് സത്യമാണെന്ന് മനസ്സിലായിട്ടാമല്ലേ വിശ്വസിച്ചോടെ. നിങ്ങളുടെ മൂഢവിശ്വാസങ്ങൾ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് കുട്ടികളത് സത്യമാണെന്ന് വിശ്വസിക്കുക. അര അറിവും കൊണ്ട് കുട്ടികളുടെ മേലെ അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതുകൊണ്ട് ശാസ്ത്രബോധത്തിൽ കുട്ടികൾ വളരണം. ഇവിടെയുള്ള എല്ലാ നേട്ടങ്ങളും ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളാണ്. ആ ശാസ്ത്രം പഠിക്കണം കുട്ടികൾ. ദൈവത്തിൽ വിശ്വസിച്ചോട്ടെ, പക്ഷേ ശാസ്ത്രം പഠിക്കണം. അങ്ങനെ സാമൂഹ്യബോധവും പ്രകൃതിബോധവും ശാസ്ത്രബോധവും ധാർമ്മിക ബോധവും സർഗാത്മക ബോധവും വൈകാരികമായ പക്വതയും ബുദ്ധിശേഷിയും എല്ലാം കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വം പൂർണ്ണമാകുന്നത്. അല്ലാതെ മാർക്ക് മാത്രം കിട്ടുമ്പോഴല്ല. അത്തരത്തിൽ പരിപൂർണ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്ന കുട്ടികളായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ. അതിന് ഈ സാഹചര്യമൊരുക്കാൻ ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 100 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയ മുത്തശ്ശിയുടെ 100ാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും ഇത്ര നേരം എന്നെ കേട്ടുനിന്ന നിങ്ങളെല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.